അതിൽ തുടക്കം 24-ലെ കടത്തുകാരനോടാണ് എന്ന് തുടങ്ങുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിലങ്ങ് കാര്യങ്ങൾ പറയുന്നു. ധൂർത്തിനെതിരെ പ്രസംഗിക്കുന്ന പ്രതിപക്ഷ നേതാവിന് 25-ൽ പുറത്തുള്ള സ്റ്റാഫുകളുടെ ഒരു വർഷത്തെ ശമ്പളം മാത്രം 2.5 കോടിക്ക് മുകളിലാണെന്നും എന്ന് താങ്കൾ മെറിറ്റിൽ പറയുന്നു. അതിനുശേഷം വരുന്നുണ്ട്, പിന്നെ എൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം ഒന്നും മോൻ അളക്കാൻ നിൽക്കണ്ട. PV അൻവർ പൊതുപ്രവർത്തനം തുടങ്ങിയ കാലത്തൊന്നും നീയൊന്നും ഞരമ്പിൽ പോലും ഉണ്ടാവില്ല. ആ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. PV അൻവർ ഇതൊക്കെ 4 മടക്കി പോക്കറ്റിൽ വെച്ച് സമയം കിട്ടുമ്പോൾ ശ്രീകണ്ഠൻ നായരുടെ ക്യാബിനിൽ പോയിരുന്ന് നീളത്തിലും നല്ല ഒഴുക്കിലും താളത്തിലും നീ അങ്ങ് വായിച്ച് കേൾപ്പിച്ചാൽ മതി. വേണമെങ്കിൽ നിന്റെ കടത്തുകാരനെ കൂടെ കൂട്ടിക്കോ, ഇങ്ങോട്ട് വേണ്ട. ഇത് എന്താണ് ഫാക്ച്വലി നോക്കിയാൽ ശരിയാണ്. ഞാൻ 86-ൽ ജനിച്ച ആളാണ്. പക്ഷേ താങ്കളുടെ വ്യക്തിപരമാക്കുകയാണ്. ഇതൊക്കെ എഴുതുന്ന താങ്കൾ തന്നെയാണോ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്? തീർച്ചയായിട്ടും താങ്കൾ എഴുതുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ? എഴുത്ത് പിന്നെ വേറൊരുത്തരം കൊണ്ട് എഴുതിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മാനസികമായ കൺസെപ്റ്റല്ലേ എഴുതുന്നത്. എന്നാലും ഇതൊക്കെ 4 മടക്കി പോക്കറ്റിൽ വെക്ക്, ശ്രീകണ്ഠൻ നായരുടെ മുറിൽ പോയി നീളത്തിലും ഈണത്തിലും വായിക്കുന്നൊക്കെ ഒരു MLA-ക്ക് ആ ഭാഷ വരുന്നത് എങ്ങനെയാണ്? CPB അല്ല, അതിൽ ആഷ്മി എന്താ പറയുന്നത്? ഈ പറയുന്ന പിണറായി വിജയനാണോ മുഖ്യമന്ത്രി, അതാ PV അൻവറാണോ മുഖ്യമന്ത്രി? ഇത് കേരളമാണ് അൻവർ സാറേ, അതങ്ങ് കയ്യിൽ വെച്ച അല്ല അങ്ങ് പറഞ്ഞു. അല്ല, സാർ ഇവിടെ സാറിന് രണ്ടർത്ഥമുണ്ട്. ഇല്ല, എനിക്കൊരർത്ഥമേ ഉള്ളൂ. രണ്ടർത്ഥമുണ്ട്. നമ്മളിപ്പോ പറയണ്ടല്ലോ, അൻവർ സാറേ അത് കയ്യിലിരിക്കുന്നു പറഞ്ഞാൽ അതുപോലെ മറുപടി പറയും. ആഷ്മി ഒരു കാര്യം പറയാം. സാർ MLA ആണ്, സാർ ജനപ്രതിനിധിയാണ്. ഞാൻ അൻവർ സാറേ എന്ന് വിളിക്കുന്നത്. അപ്പോ എന്റെ ഞാൻ എപ്പോൾ അത് ഒരുപാട് നാൾ മുൻപൊന്നും അല്ല, 2 വർഷം മുൻപാണ്. അന്ന് പക്ഷേ PV അൻവർ മുഖ്യമന്ത്രി പിതൃതുല്യനാണെന്ന പ്രഖ്യാപനത്തിൽ പിണറായിയുടെ അൺഒഫീഷ്യൽ വക്താവാണ്. സഭയ്ക്കകത്തും പുറത്തും മര്യാദയ്ക്കുമല്ലാതെയും പലപ്പോഴും ബിലോ ദ ബെൽറ്റ് പ്രസ്താവനകളുമായി CPM-ന്റെ വാക്കുമതിലാണ്. സഖാക്കളെക്കാൾ വലിയ സഖാവ്. സൈബർ സ്പേസിൽ CPM സൈബർ കമ്മ്യൂണിന്റെ ക്യാപ്റ്റനാണ്. മാധ്യമ വിമർശനത്തിന് നിലവാരം താഴ്ത്തിക്കെട്ടിയ വാക്കുകൾ, അടിക്കണം തല്ലണം പോലെയുള്ള അൻവറിന്റെ മാസ് ഡയലോഗുകൾ, ആഘോഷമാക്കിയ കടന്നലുകൾ അന്നൊരു കിരീടവും ചെങ്കോലും വെച്ചുകൊടുത്തു വാർത്തു വിളിച്ചു സൈബർ അപ്പോസ്തല സഖാവെ കടന്നൽ രാജ. ഉഗ്രപ്രതാപശാലിയായിരിക്കുകയാണ്. പോലീസ് നയത്തിൽ തുടങ്ങിയ ഉരസൽ, പിതൃതുല്യൻ എന്ന് വിളിച്ച പിണറായിയെ മാഫിയ സംഘത്തിന്റെ വക്താവെന്നും പറയാവുന്നതിന്റെ പരമാവധിയിൽ പറഞ്ഞ വാർത്താ സമ്മേളന പരമ്പര, രാജി, UDF-ന്റെ വാതിലടക്കൽ, രാഷ്ട്രീയ അനാഥത്വം. എൻ്റെ കയ്യിലൊരു ചുക്കില്ല. പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ? ഒരു പൈസ ഇല്ല. ഞാൻ ആകെ കടക്കാരനവലപ്പം കൂടിയ ഷറിങ്ങൾ ഒരു പൈസ ഇല്ല. എന്നെ തകർത്ത് തരിപ്പടമാക്കിയില്ല ഇവരൊക്കെ പാടെ കൂടിയിട്ട്. പൂജ്യമാക്കി. 100 റുപ്യ വരുമാനം ഉണ്ടായിരുന്ന PV അൻവർ, 100 റുപ്യ വരുമാനമില്ല, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിന് പൂജ്യത്തിലാക്കി. പലതും ജപ്തിൻ്റെ വക്കിലാണ്. ഒരു ദിവസം 3 കുപ്പായിടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലെ അറിയാമെങ്കിൽ ഒരു MLA-ക്ക് ചേരാത്ത വാക്കുകളോടും സമീപനങ്ങളോടും ശക്തമായി വിയോജിക്കുമ്പോഴും പലപ്പോഴും നിലമ്പൂര് പോയപ്പോൾ അൻവറിനെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരെ, കുറേയധികം മനുഷ്യരെ കണ്ട അനുഭവത്തിൽ ആ നേതാവ് LDF-ൽ ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഉണ്ടൊരു ബഹുമാനം. അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ 2ആവർത്തി ഒരു രാഷ്ട്രീയ നേതാവ് വെറുതെ അങ്ങ് ജയിക്കുമോ? പക്ഷേ ഇന്ന് കണ്ട അൻവർ 2 വർഷം മുൻപ് കണ്ട അൻവറിന്റെ പ്രേതരൂപിയാണ്. വൈകാരിക വേലിയേറ്റങ്ങളിൽ അങ്ങേയറ്റം ദുർബലനാണ്. ആ രാഷ്ട്രീയ ചക്രവ്യൂഹത്തിൽ വട്ടം കറങ്ങുന്ന നേതാവിന്റെ ജാതകം കാലം തീരുമാനിക്കട്ടെ. അൻവർ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇറങ്ങി വരാൻ കാരണമായ കാരണങ്ങൾ അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. ആര്യാടൻ ഷൗക്കത്ത്, M സ്വരാജ് നീർക്കുന്ന രാഷ്ട്രീയ പോരാട്ടം ഈ സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? ഏറനാടൻ പോരാട്ട വിധി ആരുടെ വിധി? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ VPP മുസ്തഫ, ശ്രീ സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ഞാൻ ആദ്യം സന്ദീപിലേക്ക് പോകുന്നു. സന്ദീപ്, നമ്മൾ പാലക്കാട് വെച്ച് കണ്ടവരാണ്. ഇപ്പം സന്ദീപിൻ്റെ രാഷ്ട്രീയ ചേരിമാറ്റത്തിന് മുമ്പും ശേഷമൊക്കെ നമ്മൾ പാലക്കാട് കണ്ടു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഉള്ള ഒരു ഓറയുണ്ട്, ഒരു വലിയ ആവേശമുണ്ട്. അവിടെ ക്യാമ്പിൽ നമ്മൾ കണ്ട ഒരു വലിയ ഡൈനാമിക്സ് ഉണ്ട്. യഥാർത്ഥത്തിൽ ആ ഓറ, ആ ചലനം, ആ ഡൈനാമിക്സ് ഇവിടെ നിലമ്പൂരേക്ക് വരുമ്പോൾ അത് LDF ക്യാമ്പിലല്ലേ? അത് സ്വരാജിനല്ലേ ആ ആവേശം ഇപ്പോൾ കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ഈ പോരാട്ടത്തിന്റെ ആദ്യ ലാപ്പിൽ മുൻതൂക്കം സ്വരാജിനല്ലേ സന്ദീപ് വാര്യർ? തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഓരോ ലാപ്പ് അനുസരിച്ചല്ലല്ലോ അതിൻ്റെ എണ്ണം നോക്കി, അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻഷ്യൽ മോഡൽ തെരഞ്ഞെടുപ്പല്ലല്ലോ. ഓരോ ഘട്ടത്തിലും സർവേ നടത്തി ആര് മുന്നിലാണ് എന്നുള്ള അത്തരം പരിശോധന ഇന്ത്യൻ തെരഞ്ഞെടുപ്പിലില്ല. ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഒരു പോളിംഗ് ഡേറ്റ് ഉണ്ട്. ആ പോളിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 19-ാം തീയതിയാണ്. 19-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും. 23-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കും. അതിനു മുൻപായിട്ട് മാധ്യമപ്രവർത്തകർ എന്ന് ആദ്യ ലാപ്പിൽ ആര് മുൻപിൽ, രണ്ടാമത്തെ ലാപ്പിൽ ആര് പിന്നിൽ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ തുടക്കം മുതൽക്ക്, അതല്ലെങ്കിൽ
ഈ തെരഞ്ഞെടുപ്പിന് ആധാരമായിട്ടുള്ള MLA-യുടെ രാജി നടക്കുന്നത് മുതൽക്ക് UDF-ന് അനുകൂലമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിലും കേരളത്തിലുമുണ്ട്. അത് 6 മാസം മുൻപ് നടന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമായിട്ടുള്ള കാര്യമാണ്. വളരെ കൃത്യമായിട്ടുള്ള ഒരു സർക്കാർ വിരുദ്ധ വികാരം, പിണറായി സർക്കാർ വിരുദ്ധ വികാരം കേരളത്തിലെ ജനങ്ങൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകാൻ UDF-ന് അവിടെ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീ ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിലെ ജനതയ്ക്ക് വളരെയധികം പരിചിതമായിട്ടൊരു മുഖമാണ്. അദ്ദേഹം അവിടെ ദീർഘകാലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്നയാളാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ദീർഘകാലം അവിടെ MLA ആയിരുന്നയാളാണ്, മന്ത്രിയായിരുന്നയാളാണ്. ആ നാട്ടിലെ ജനങ്ങളോട് വളരെ വൈകാരികമായി അടുപ്പമുള്ള ഒരു സ്ഥാനാർത്ഥിയെയാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ബാപ്പുട്ടിക്ക എന്ന് ജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഷൗക്കത്ത് തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനങ്ങളുടെ അംഗീകാരം നേടിക്കൊണ്ട് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ള ആര്യാടൻ ഷൗക്കത്തിന്റെ ലെഗസി, ആര്യാടൻ ഷൗക്കത്തിന്റെ അടിത്തട്ടിലെ പ്രവർത്തന പാരമ്പര്യം, ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പറായി മത്സരിച്ച് ജയിക്കുന്നത് ആര്യാടന്റെ മകനായതുകൊണ്ടല്ലോ, അത് അടിത്തട്ടിൽ നിൽക്കുന്ന നേതാവ്, അക്കാര്യം ഒരു തർക്കവുമില്ല. പക്ഷേ അവിടെ മറുപക്ഷത്ത് നിൽക്കുന്നത് ഏതെങ്കിലും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല. നമ്മൾ പാലക്കാട് കണ്ടതുപോലെയോ തൃക്കാക്കര കണ്ടതുപോലെയോ അല്ലെങ്കിൽ വേറെ എവിടെയും കണ്ടതുപോലെയോ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ല. മറുപക്ഷത്ത് നിൽക്കുന്നത് CPM-ന്റെ ഒരു സെക്രട്ടേറിയറ്റ് അംഗമാണ്. CPM-ന് നിലമ്പൂരിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. CPM-ന് അവിടെ വെക്കാൻ കഴിയുന്ന ദ ബെസ്റ്റ് ബെറ്റാണ്. അതിലൊക്കെ ഉപരി മതേതര നിലപാടുകളിൽ തരിമ്പിന് വെള്ളം ചേർക്കാത്ത, ഇന്നും പറയുന്നത് കേട്ടു, തല പോയാലും ഈ പറയുന്ന പലസ്തീൻ ഹമാസ് നിലപാടിൽ മാറ്റമില്ലെന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ നിലപാടിൽ തരിമ്പ് പോലും വെള്ളം ചേർക്കാത്ത, ഏതെങ്കിലും തരത്തിൽ ഭാവിയിൽ ദോഷമുണ്ടായേക്കാം, ഭാവിയിൽ 10 വോട്ട് പോയേക്കാം എന്ന് കരുതി നയം മാറ്റാത്ത നേതാവാണ്. ആ നിലപാട് അവിടുത്തെ ജനങ്ങൾ കാണാതിരിക്കുമോ സന്ദീപ്? എൻ്റെ ഹാഷ്മി, കേരളത്തിലെ എത്രയോ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ പാലക്കാട് പരാജയപ്പെട്ടില്ലേ? അതല്ലെങ്കിൽ MA ബേബി നേരത്തെ പരാജയപ്പെട്ടിട്ടില്ലേ? ഇവിടെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടില്ലേ? കൊല്ലത്ത് പരാജയപ്പെട്ടില്ല. അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ ഏത് പാർട്ടി ഘടകത്തിലെ വലിപ്പം അനുസരിച്ച് ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ജയിക്കണ്ടേ? അപ്പോൾ CPM-ന്റെ പാർട്ടി ഘടകത്തിൽ ഏതൊരാൾ ഏത് പദവിയിലിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു സവിശേഷതയല്ല. അപ്പോൾ ആ പാർട്ടിയുടെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ വളരെ ദീർഘകാലമായിട്ട് ഒരാൾക്കും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ വെക്കുന്ന സമയത്ത് ഞങ്ങളാരും അവിടെ CPM പ്രവർത്തിക്കില്ല എന്നോ CPM ഒരു എതിർ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്നോ CPM അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ കൊണ്ടുവരില്ല എന്നോ ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. തീർച്ചയായിട്ടും സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി മുഖം രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടുവന്ന് ഞങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിർത്തും എന്ന് തന്നെ കരുതിയിട്ടാണ് ഞങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുള്ളത്. അത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റാണ്. അതിലപ്പുറം CPM-ന്റെ പാർട്ടി ഘടകത്തിൽ ഏത് പാർട്ടി ഘടകത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ വിജയരാഘവനും ബേബിയും ഒക്കെ ലോക്സഭയിലേക്ക് പോകണ്ടേ? ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്നുമല്ല തെരഞ്ഞെടുപ്പിലെ അടിസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തന മികവ് തന്നെയാണ്. ആ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തന മികവിൽ ആര്യടൻ ഷൗക്കത്തിന്റെ സ്ഥാനം ഒട്ടേറെ മുകളിലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന, നിലമ്പൂരിലെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാവാണ് അദ്ദേഹം ഗസ്റ്റ് ലെക്ചറർ അല്ല. അദ്ദേഹം അവിടെ സ്ഥിര അധ്യാപകനാണ്. മനസ്സിലായല്ലോ? അദ്ദേഹം ഗസ്റ്റ് ആയിട്ട് വരുന്നയാളല്ല. മാത്രമല്ല സ്വരാജ് തന്നെ പരാജയപ്പെട്ടയാളാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ്. അസോസിയേറ്റ് പ്രൊഫസർ ഒരു വാക്കിലെന്നാ പറയുന്നത് അൻവറിനെ. ഹലോ, അൻവറിനെ അസോസിയേറ്റ് എന്താണ് സ്വരാജ് അല്ല ഷൗക്കത്ത് ഗസ്റ്റ് ലെക്ചർ അല്ല പ്രൊഫസറാണെന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് പ്രൊഫസർ പോലും വാക്കിലെന്നാണ് പറയുന്നത് അൻവറിനെ. അൻവർ അവിടെ ഇടഞ്ഞു നിൽക്കുക. സന്ദീപ്, അതെ, ഞാൻ നോക്കൂ, അവിടെ ഒരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് വിവിധ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പല വിധത്തിലുള്ള ക്ലെയിമുകളും പല വിധത്തിലുള്ള നിലപാടുകളും ഒക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തെ മുഖരിതമാക്കും. പ്രത്യേകിച്ച് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ അത് നമ്മൾ പാലക്കാടും മറ്റെല്ലാ ഉപതെരഞ്ഞെടുപ്പ് വേളകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അടുത്തൊരു 10-20 ദിവസക്കാലം കേരളത്തിലെ മാധ്യമങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ശ്വാസം വിടുന്നത് പോലും വാർത്തയാക്കും. അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റുകളും എടുത്തുകൊണ്ട് നമുക്ക് ആ നേതാവ് അങ്ങനെ പറഞ്ഞു, ഈ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമാണ്. ഞാൻ ആ കാര്യം സമ്മതിക്കുന്നു. നമുക്ക് ആഴത്തിൽ പരിശോധിക്കാം അടുത്ത റൗണ്ടിൽ. ശ്രീ VP മുസ്തഫ, ഏതെങ്കിലും ഒരു ബൈ ഇലക്ഷൻ ഒരു സംസ്ഥാന സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാകുമെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. അത് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായും ചോദ്യമുണ്ടാകുമ്പോൾ ചോദ്യത്തിൽ ഈ നേതാക്കളൊക്കെ എന്താണത് സ്വാഭാവികമാണല്ലോ ഒന്ന് നേർക്കുനേർ കൃത്യം മറുപടി പറയാതെ അത് സ്വാഭാവികമാണ്, ഈ പറയുന്ന സർക്കാരിൻ്റെ പ്രവർത്തനമൊക്കെ വിലയിരുത്തപ്പെടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയും.
പക്ഷേ ശ്രീ മുസ്തഫ, എം സ്വരാജ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം എം വി ഗോവിന്ദിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആദ്യം പറഞ്ഞ പ്രതികരണം ഒന്ന് കേൾപ്പിക്കാവോ? ഈ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ LDF ഗവൺമെൻറ്റിൻ്റെ തുടർഭരണത്തിനുള്ള ഒരു നാന്ദിയായി മാറും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. LDF ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഒപ്പം ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് എല്ലാ മതനിരപേക്ഷവാദികളെയും പ്രതീക്ഷ നൽകുന്ന നിലപാടാണ്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യും. ശ്രീ മുസ്തഫ, പക്ഷേ എന്താണ് എം സ്വരാജ് വളരെ വ്യക്തമായി വളരെ കൃത്യമായി പറയുന്നത് ഈ നിലമ്പൂർ ബൈ ഇലക്ഷൻ ഈ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകും എന്ന് മാത്രമല്ല, മൂന്നാം പിണറായി സർക്കാരിലേക്കുള്ള നാന്ദിയാണ്, ആദ്യ വാതിലാണ് എന്ന് തന്നെ എം സ്വരാജ് പറയുകയാണ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ വിലയിരുത്തൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ്. നിങ്ങൾ അത്രത്തോളം ആത്മവിശ്വാസമുള്ളവരാണോ ശ്രീ മുസ്തഫ? ഇതുവരെ കേരളത്തിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒഴികെയുള്ള ഈ നിയമസഭയിലേക്കുള്ള ബൈ ഇലക്ഷൻ എല്ലാം അക്കാര്യം കൃത്യമായിട്ട് വ്യക്തമാക്കുന്നതാണ്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിന് ജനപിന്തുണയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ്. പാലക്കാട് ബൈ ഇലക്ഷൻ്റെ അതേ ദിവസം തന്നെയായിരുന്നല്ലോ ചേലക്കര ഉപതെരഞ്ഞെടുപ്പും നടന്നത്. ഇവിടെ ഇവരൊക്കെ ആക്ഷേപിക്കുന്നത് പോലെയുള്ള കടുത്ത ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ നേരത്തെ ചില തവണ UDF ജയിച്ചിട്ടുള്ള ചേലക്കരയിൽ ഇത്തവണ UDF-ന് പിടിച്ചെടുക്കാൻ കഴിയേണ്ടതല്ലേ? ബൈ ഇലക്ഷൻ ഇതുവരെ നടന്നതിലെല്ലാം UDF-ന്റെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 2021 ശക്തമായ LDF തരംഗത്തിൽ ആ സമയത്ത് പോലും UDF ജയിച്ച മണ്ഡലങ്ങൾ അതുപോലെ ബൈ ഇലക്ഷനിൽ നിലനിർത്താൻ കഴിഞ്ഞു എന്നല്ലാതെ LDF-ന്റെ ഒരു സിറ്റിംഗ് മണ്ഡലം നേരത്തെ ചേലക്കര നടന്നപ്പോൾ അത് ഇവർ ഈ അവകാശപ്പെടുന്ന പോലെ വലിയ ഗംഭീരമായ മുന്നേറ്റമുണ്ട് എന്ന് പറഞ്ഞ പാലക്കാടിൻ്റെ അതേ ദിവസമായിരുന്നു. അതിന് ഏതാനും കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുമായിരുന്നു. എൻ്റെ പാലക്കാട്ടുണ്ടായതുപോലെ ഒരു ഭരണവിരുദ്ധ വികാരം, അവിടുത്തെ വിജയം ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ചേലക്കരയിൽ അത് ആവർത്തിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. ഇതേ VD സതീശനും K സുധാകരനും ഈ പറയുന്ന ആളുകളുമെല്ലാം അല്ലേ ചേലക്കരയിലും നേതൃത്വം കൊടുത്തത്. അപ്പോൾ നമ്മുടെ മുന്നിലെ വളരെ കൃത്യമായ ഒരു സൂചന അവിടെ തന്നെ കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2 തെരഞ്ഞെടുപ്പുകൾ ആസന്നമായി നിൽക്കുന്നു. ഏതാനും മാസങ്ങൾക്കപ്പുറത്ത്, ഒരു 6 മാസത്തിനപ്പുറത്ത് ലോക്കൽ ബോഡി ഇലക്ഷനും 10-11 മാസങ്ങൾക്കപ്പുറത്ത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും നിൽക്കുമ്പോൾ എം സ്വരാജ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു നാന്ദിയാണ്, ഇതൊരു കേളികൊട്ടലാണ്. ആ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പിൽ നമ്മൾ സാധാരണ മാധ്യമ ഭാഷയിലൊക്കെ പറയുന്ന പോലെ സെമി ഫൈനലിനോ അല്ലെങ്കിൽ പിന്നെ ഒരു തുടക്കമാണ് എന്നോ ഒക്കെ പറയാം. അങ്ങനെ ഒരു സന്ദർഭം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏറ്റവും ശക്തമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുബോധത്തിലെ ഹെജിമണി മുൻതൂക്കം എന്ന് പറയുന്നത് കേരളത്തിൽ ഇടതുഭരണം തുടരും എന്നുള്ളതാണ്. അങ്ങനെ തുടരും എന്നുള്ള നല്ല ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയുന്ന രാഷ്ട്രീയ അന്തരീക്ഷം നിൽക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നിലമ്പൂരിൽ വലിയ അവകാശവാദമല്ലേ കഴിഞ്ഞ 5-6 ദിവസമായിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിതാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ തേടിയിട്ട് തെരുവിൽ അലയുകയല്ലേ, ഏതെല്ലാം വീട്ടിൽ പോയിട്ട് കൊട്ടുകയല്ലേ? ഇങ്ങനെയൊക്കെയല്ലേ കഴിഞ്ഞ ദിവസം ചാനലുകളിൽ വന്നവർ പറഞ്ഞത്. അന്ന് സന്ദീപല്ല വന്നത്, പക്ഷേ UDF-ന് വേണ്ടി വന്നവർ വിവിധ ചാനലുകളിൽ പറഞ്ഞ മാത്രമല്ല, അവരവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ എഴുതിയില്ലേ, സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ. അങ്ങനെ ഒരു സ്ഥലത്താണ് ഇപ്പോൾ പറയുന്നത്, ഇതാ ഞങ്ങൾ ഏതായാലും ഗംഭീരമായിട്ടുള്ളൊരു രാഷ്ട്രീയ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ട്, ഇടതുപക്ഷം സ്ഥാനാർത്ഥി വളരെ ഗംഭീരനാണ്. ഇന്നലെ 24-ലാണോ എന്നറിയില്ല, UDF-ന് വേണ്ടി പങ്കെടുത്ത മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഷാഫി ചാലിയും സ്വരാജിൻ്റെ നിലപാടുകളെക്കുറിച്ച് ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെയാണ്, താങ്കൾ സ്വരാജിൻ്റെ നിലപാടുകളെക്കുറിച്ച് സൂചിപ്പിച്ചത് തന്നെയാണ് ഇന്നലെ UDF-ന്റെ പ്രതിനിധി ഒരു ചാനലിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ മുന്നിൽ ഷാഫി ചാലി ഇന്നലെ ഇവിടെ തന്നെ പറഞ്ഞ, ഇന്നലെ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞതാ. പക്ഷേ അതിൽ ഷാഫി ചാലിയും സ്വരാജിന്റെ നിലപാടുകളെ ആദ്യ ഭാഗത്ത് നന്നായി പറയുകയും രണ്ടാം ഭാഗത്ത് സ്വരാജിനെ വിമർശിക്കുകയായിരുന്നു. അതിൽ ആദ്യ ഭാഗം മാത്രമേ താങ്കൾ കേട്ടുള്ളൂ എന്ന് തോന്നുന്നു ശ്രീ VP മുസ്തഫ. പക്ഷേ ആദ്യ ഭാഗം പറഞ്ഞു, ആ നിലപാടുകൾ ബഹുമാനമുള്ള ആളാണെന്നും നിലപാട് ഉറച്ചു നിൽക്കുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ശരിയാ?
അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സന്ദീപ് പറയുമ്പോൾ പറഞ്ഞല്ലോ, ഈ ഒരു സ്ഥാനാർത്ഥിയുടെ ഏതെങ്കിലും പാർട്ടി ഘടകമൊന്നുമല്ല CPM-ന്റെ വലിയ ഘടകമായതുകൊണ്ട് അത് വസ്തുതയായിരിക്കും. അതുകൊണ്ടല്ലേ കെ സുധാകരൻ കണ്ണൂരിൽ തോറ്റിട്ടില്ലേ? അദ്ദേഹം സിറ്റിംഗ് MP ആയിരിക്കുമ്പോൾ ശ്രീമതി ടീച്ചറോട് അദ്ദേഹം തോറ്റിട്ടില്ലേ? കെ മുരളീധരൻ KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയായിട്ട് വന്നിട്ട് വളാഞ്ചേരിയിൽ ബൈ ഇലക്ഷനിൽ നിന്നപ്പോൾ AC മൊയ്തീൻ, അന്ന് പാർട്ടിയുടെ വെറും ഏരിയ സെക്രട്ടറി മാത്രമാണ് AC മൊയ്തീൻ, കേരളം ആകെ അറിയപ്പെടുന്ന നേതാവൊന്നുമല്ല. AC മൊയ്തീനാകട്ടെ ഇതിനു മുമ്പ് വേറെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുമില്ല. അദ്ദേഹം അവിടെ സാക്ഷാൽ മുരളീധരനെ മലർത്തിയടിച്ചില്ലേ. പിന്നീട് 4 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 3 നിയമസഭാ ഇലക്ഷനിലും കെ മുരളീധരൻ തോറ്റുപോയിട്ടില്ലേ. അങ്ങനെ ഏതെല്ലാം പ്രമുഖരായ നേതാക്കൾ എല്ലാ പാർട്ടിയിലും, PK കുഞ്ഞാലിക്കുട്ടി ഈ നിലമ്പൂരിന്റെ തൊട്ടപ്പുറത്ത് കുറ്റിപ്പുറത്ത് ലീഗിന്റെ പൊന്നാപുരം കോട്ടയിൽ അദ്ദേഹം തോറ്റുപോയിട്ടില്ലേ. അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു നേതാവിൻ്റെയും ഗരിമയോ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഘടകമോ ഒന്നുമല്ല. പക്ഷേ ആ നിലപാടുകളെ സമൂഹം അംഗീകരിക്കും. ആ നിലപാടുകളെ അംഗീകരിക്കുമ്പോഴാണ് അവർക്ക് മുൻതൂക്കം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിൽ ഉണ്ടായ വിവിധ വിഷയങ്ങളിൽ സ്വരാജിൻ്റെ നിലപാടുകൾ ഇന്നത്തെ യുവ നേതാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നായിട്ട് മാറുന്നു, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നു. അതുകൊണ്ടല്ലേ കടുത്ത ഇടതുപക്ഷ വിരുദ്ധത പ്രകടിപ്പിക്കുന്ന ചില മാധ്യമങ്ങൾ തന്നെ നടത്തിയിട്ടുള്ള ഇപ്പോഴത്തെ ബുക്ക് ഫെസ്റ്റുകളിലൊക്കെ അവര് പ്രത്യേക അതിഥിയായിട്ട് സ്വരാജിനെ മാതൃഭൂമി പങ്കെടുപ്പിക്കുന്നു, DC ബുക്സ് പങ്കെടുപ്പിക്കുന്നു. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെയാണല്ലോ, അദ്ദേഹത്തിൻ്റെ ആശയപരമായിട്ടുള്ള ഗാംഭീര്യത്തെയും നിശ്ചയദാർഢ്യത്തെയുമാണല്ലോ അംഗീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനെ കാണും. സ്വരാജിന്റെ ദൈക്ഷണിക കപ്പാസിറ്റിയിൽ, സ്വരാജിന്റെ വാക്ചാതുരിയിൽ, സ്വരാജിന്റെ രാഷ്ട്രീയ ക്ലാരിറ്റിയിലൊന്നും ആർക്കും ഒരു തർക്കം അക്കാര്യത്തിലില്ല. ഇനിയിപ്പോൾ ഇന്നലെ നമ്മുടെ ചർച്ചയിൽ ഒന്ന് രാജു പി നായർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ സർക്കാരിന്റെ കാലത്തെ ഈ പറയുന്ന പല പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചോ? അത് രാഷ്ട്രീയമായ പരിമിതിയാണ്. രാഷ്ട്രീയമായ പരിമിതിക്കപ്പുറത്ത് രാഷ്ട്രീയമായ ക്ലാരിറ്റിയോടെ സംസാരിക്കുക, അതൊന്നും തർക്കമല്ല. പക്ഷേ അത് മാത്രം മതിയോ? ഒരു മലയോര മേഖലയിൽ വന്യമൃഗശല്യം അടക്കം വേട്ടയാടുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങളോട് നേർക്കുന്നവർ മനുഷ്യൻ ഏറ്റുമുട്ടി നിൽക്കുന്ന ഒരു മേഖലയിൽ നമ്മുടെ ആ ദൈക്ഷണിക കപ്പാസിറ്റിയും രാഷ്ട്രീയ ക്ലാരിറ്റിയും മതിയോ വോട്ടാവാനെന്ന് ചോദ്യമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്തും. സജി മഞ്ഞക്കടമ്പൻ, ഇവിടെ നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഈ അൻവർ മത്സരിക്കോ ഇല്ലയോ? എന്തിനാണ് ഈ പറയുന്ന ഈ പുകയുണ്ടാക്കി നിർത്തുന്നത് ഇങ്ങനെ? സജി, അല്ല, ഇവിടെ ശ്രീ PV അൻവർ മത്സരിക്കാൻ ആഗ്രഹിച്ചില്ല. അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിയോജിപ്പ്, അല്ലെങ്കിൽ പിണറായി വിജയനുള്ള വിയോജിപ്പ് മൂലം, അല്ലെങ്കിൽ ആ ദുർഭരണത്തിൽ മനം മടുത്ത് അദ്ദേഹത്തിന്റെ MLA സ്ഥാനം വലിച്ചെറിഞ്ഞ് പിണറായിക്കെതിരെ യുദ്ധം ചെയ്യാനായി UDF-നെ വിജയിപ്പിക്കാനായി ഇറങ്ങുമെന്ന ആളാണ് അദ്ദേഹം. അതിനോട് 4 മാസം മുമ്പ് UDF പറഞ്ഞു, ഒരു കത്ത് കൊടുക്കണം, നോക്കണം. കത്തിന്റെ ഒന്നും അപേക്ഷയൊന്നും കൊടുപ്പിക്കേണ്ട കാര്യമില്ല, അവർക്ക് യോഗം ചേർന്നെടുത്താൽ മതി. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് അപേക്ഷയുമായി ഈ UDF-ന്റെ മുമ്പിൽ അദ്ദേഹം ചെന്നു. അതിനുശേഷം ഞാനടക്കമുള്ള അദ്ദേഹത്തോടൊപ്പം ഞാൻ എല്ലാ UDF നേതാക്കളുടെയും വീടുകളിൽ പോയി എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു, രാഷ്ട്രീയ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ UDF-നൊപ്പം നിൽക്കാൻ തയ്യാറാണ്, UDF-ലേക്ക് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഏതായാലും പ്രതിപക്ഷ നേതാവ് 4 ദിവസത്തിനകം UDF-ലെ അസോസിയേറ്റ് അംഗമാക്കുമെന്ന് പറഞ്ഞ അദ്ദേഹം എന്തുകൊണ്ടാണോ അദ്ദേഹം ഇവിടെ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് അതിൽ കുറേങ്ങി വന്നു. UDF സ്ഥാനാർത്ഥിയെ എന്താണ് പറയാൻ? ഞാൻ പറയുന്നത്, ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അന്ന് തന്നെ UDF-ന്റെ ഭാഗമാൻ ആഗ്രഹിക്കുന്ന ഒരു നേതാവ് ഒറ്റുകാരൻ എന്ന് പറഞ്ഞതിനർത്ഥം ആര്യാടൻ ഷൗക്കത്ത് ഒറ്റുകാരനാണെന്നും CPM-മായി ചർച്ച നടത്തിയ ആളാണെന്നുമാണല്ലോ പറഞ്ഞതിനർത്ഥം. അപ്പം അങ്ങേയറ്റം അത് പറയാവുന്നതിന്റെ പരമാവധിയാണ്. അങ്ങനെ പറയാവുന്നതിന്റെ പരമാവധി പറയും. പ്രതിപക്ഷ നേതാവ് അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച ആളാണ് എന്നൊക്കെ പറയുകയും ചെയ്തിട്ട് പിന്നെയും നമ്മൾ UDF-ലോട്ട് കൊതിച്ചിരിക്കുക. പോട്ടെ, നമ്മൾ അതിൽ കുറെ മുന്നോട്ട് പോകുന്നു. എന്റെ ചോദ്യം അൻവർ മത്സരിക്കോ ഇല്ലയോ? എന്താണ് നിങ്ങളുടെ പ്ലാൻ? സജി ഇന്ന് രാവിലെ, അല്ലെങ്കിൽ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അൻവർ പറയുകയാണ്, എൻ്റെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല, 10 പൈസ ഇല്ല, എൻ്റെ ഷർട്ട് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അൻവർ ഉച്ചകഴിഞ്ഞ് പറയുന്നത് ആൾക്കാർ 500ഉം 1000ഉമായി ഒന്ന് ക്യൂ നിൽക്കുന്നു, മത്സരിക്കണമെന്ന് പറയുകയാണ്. മത്സരിക്കാനാണോ പ്ലാൻ, അതോ ഈ സമ്മർദ്ദം ചെലുത്തി നിൽക്കാനാണോ പ്ലാൻ? സജി, കാശ്മീർ അതിന് ഉത്തരം പറയാം. പക്ഷേ കാശ്മീർ ഇപ്പൊ ഒരുപാട് കുറ്റങ്ങൾ അൻവറിനെ കുറിച്ച് പറഞ്ഞു. ഒറ്റ കാര്യം പറഞ്ഞിട്ട് ഇതിലേക്ക് കിടക്കാം. ഞാൻ പറയാം, അൻവർ അങ്ങനെ അപേക്ഷ കൊടുത്തത് അദ്ദേഹത്തോട് പോലും ചോദിക്കാതെ അസോസിയേറ്റ് ഒക്കെ ആക്കുന്നു എന്നതില്ല. അദ്ദേഹത്തിന് അല്ലെങ്കിൽ നിലമ്പൂരിൽ ജയിക്കാൻ കൂടുതൽ വിജയസാധ്യതയുള്ള ആളുടെ പേരൊക്കെ അദ്ദേഹം പറഞ്ഞു. ഏതായാലും ആ സ്ഥാനാർത്ഥിയെ മാറ്റി ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചപ്പോൾ ഇതാ ഇന്നയാളെ പ്രഖ്യാപിക്കുകയാണ്, താങ്കളെ അസോസിയേറ്റ് മെമ്പർ ആക്കുമെന്ന് പോലും പറയാതെ, വേണമെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ വന്ന് വോട്ട് ചെയ്ത് പോ എന്നുള്ള രീതിയിലാണ് പ്രഖ്യാപിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത്, പ്രതിപക്ഷ നേതാവിനെ പറയേണ്ടി വന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം, അദ്ദേഹം മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചില്ല. പക്ഷെ ഇന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു മത്സരിക്കുന്നില്ല, സാമ്പത്തികത്തിന്റെ പ്രശ്നമുണ്ട്. അതൊക്കെ വളരെ കറക്റ്റാണ്. അദ്ദേഹത്തെ പിണറായി സർക്കാർ അദ്ദേഹത്തെ സാമ്പത്തികമായി ജനിക്കിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ബിസിനസ്സുകൾ മുഴുവൻ തകർത്തിട്ടുണ്ട്, അദ്ദേഹത്തിന് മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. പക്ഷേ
കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ അല്ല അഖിലേന്ത്യാ അല്ല നേതൃത്വം സജി, ഇടപെട്ടു. ഇത് ഇവിടെ അതോടൊപ്പം അതൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ബാധ്യതയല്ലേ? സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇടയ്ക്ക് മത്സരിക്കുക. പറയട്ടെ, ഇവിടെ പൈസ ഇവിടെ പി വി എൻ പറഞ്ഞ എന്താ, ആവശ്യമുണ്ടായി. ഞാൻ മത്സരിക്കാൻ സന്നദ്ധത പറയട്ടെ. അറിയിച്ചാൽ ഭീതി വരും. ഇവിടെ മഹുവ മൊയ്ത്ര, ഡെറിക് ബ്രയൻ, ആ പേരുകൾ പറഞ്ഞില്ലെങ്കിലും കേരളം ഇഷ്ടപ്പെടുന്ന നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരും. ഇവിടെ പണം ഒഴുക്കും എന്നൊക്കെ പറഞ്ഞല്ലേ? ഞാൻ പറയട്ടെ, അപ്പൊ ആ സ്ഥാനാർത്ഥിക്ക് പണം ഒഴുക്കട്ടെ, ടി എം സിയുടെ ബാധ്യതയല്ലേ? ആക്ട് പറയുന്നത് കേൾക്കാനാണ് ഞാനും ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല, പ്ലീസ്. അപ്പൊ ഞാൻ പറഞ്ഞത് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇടപെട്ടു. അതോടൊപ്പം തന്നെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് കേട്ടപ്പോൾ ആ നിലമ്പൂരിലെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട വോട്ടർമാർ അദ്ദേഹത്തെ വന്ന് ശരി ശരി, ഞാൻ ചെറിയ സംഗതി പ്രശ്നമാണ്. അപ്പോൾ സന്ദീപ് വാര്യർ, ഇവിടെ പി വി അൻവർ മത്സരിക്കില്ല എന്ന് പറഞ്ഞത് മുഖവരിക്ക് എടുക്കണ്ട. പി വി അൻവർ മത്സരിക്കാൻ പോകുന്നു. എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം, ഇന്ന് പൈസ ഇല്ലെന്ന് പറഞ്ഞ പി വി അൻവറിന്റെ പക്കൽ പൈസ ഇല്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ പി വി അൻവർ ഇന്നലെ ഇട്ട ഷർട്ട് ഇന്നിട്ടു, അല്ലെങ്കിൽ 10,000 രൂപ എടുക്കാനില്ല എന്നൊക്കെ പറയുന്നതുള്ളതാണോ? അല്ല, പി വി അൻവർ പറഞ്ഞത് ടി എം സിയോടാണ് പറഞ്ഞത്. ടി എം സി എനിക്ക് പണം തരൂ, ഞാൻ മത്സരിക്കാം എന്ന് പറയുകയായിരുന്നു രാവിലത്തെ വാർത്താ സമ്മേളനം. ടി എം സി പണം കൊടുക്കും, പി വി അൻവർ മത്സരിക്കുകയും ചെയ്യും. സന്ദീപ് നോക്കൂ, ഈ അൻവർ ഇതിനു മത്സരിച്ചത് എവിടെയാണ്? ആദ്യം ഏറനാട്, രണ്ടാം സ്ഥാനത്ത് വന്നു പി വി അൻവർ. താങ്കൾക്കറിയാം അന്നത്തെ LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? 2000 ചില്ലുവാനം വോട്ടാണ്. CPM വോട്ട് ആര് പിടിച്ചു? അൻവർ പിടിച്ചു. പിന്നീട് വയനാട് ലോക്സഭയിൽ മത്സരിച്ചു, ഒറ്റയ്ക്ക് മത്സരിച്ചതാണ്, നല്ല വോട്ട് പിടിച്ചു പി വി അൻവർ. പിന്നീട് ഈ പറഞ്ഞ കടുത്ത UDF കോട്ടയാണല്ലോ നിലമ്പൂർ, അത് പൊളിച്ച് ആദ്യം ഷൗക്കത്തിനെ തോൽപ്പിക്കുമ്പോൾ എത്രയാണ് ഭൂരിപക്ഷം? രണ്ടാമത് മത്സരിച്ചപ്പോൾ VV പ്രകാശിന് മികച്ച പ്രതിച്ഛായ, ജയിച്ചു. ജയിക്കുകയും തോൽക്കുകയും ചെയ്യുന്ന അൻവറിനൊരു വോട്ട് മാനേജ്മെന്റ് ശക്തിയുണ്ട്. ആ ശക്തിയെ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് സന്ദീപ്. ഒരാളുടെ ശക്തിയെയും ഒരു വോട്ടറുടെ ശക്തിയെയും ജനാധിപത്യത്തിൽ ഒരാളും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് UDF അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അവിടെ സ്വാഭാവികമായിട്ടും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. അത് സംബന്ധിച്ചിട്ട് ഈ സമയത്ത് എന്തായാലും കൂടുതൽ കമൻറ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉരുത്തിരിഞ്ഞ് വരട്ടെ. കാരണം ഓരോ മണിക്കൂറും നിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സെനാരിയോ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് സംബന്ധിച്ച് ഫൈനലായിട്ടുള്ള എന്തെങ്കിലും ഔട്ട്കം വരുന്ന സമയത്ത് അത് സംബന്ധിച്ച് പ്രതികരിക്കുന്നതാണ് ഉചിതം. അല്ലാതെ ഓരോ 15 മിനിറ്റിലും ഇത് സംബന്ധിച്ചൊരു നിലപാട് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഒരു ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് പുറത്തു വരട്ടെ. അത് കഴിഞ്ഞതിന് ശേഷമുള്ള UDFൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ UDFൻ്റെ നേതാക്കന്മാർ തുറന്നു പറയുന്നതാണ്. ഇവിടെ ശ്രീ മുസ്തഫ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് UDF ഈ കാലഘട്ടത്തിൽ ജയിച്ചതൊക്കെ സിറ്റിംഗ് സീറ്റുകളാണെന്നാണ്. ശരിയാണ്, UDFൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് കൂടുതലായി ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുള്ളത്. ആ സിറ്റിംഗ് സീറ്റുകളൊക്കെ UDF ജയിച്ചു. ഭരണം ഉണ്ടായിട്ട് പോലും UDFൻ്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകൾ, പ്രതിപക്ഷം എന്ന നിലയ്ക്ക് UDFൻ്റെ കൈവശം ഇരിക്കുന്ന സീറ്റുകൾ പിടിച്ചെടുക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വർദ്ധിതമായിട്ടുള്ള ഭൂരിപക്ഷത്തോട് കൂടിയിട്ടാണ് UDF ആ സീറ്റുകൾ പിടിച്ചെടുക്കുന്നത്. ഇനി അദ്ദേഹം ചേലക്കരയുടെ കാര്യം പറഞ്ഞു. ചേലക്കരയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് വളരെ താണ് ഒരു ഭൂരിപക്ഷത്തോടുകൂടി അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചേലക്കരയുടെ രാഷ്ട്രീയ ചരിത്രം അറിയാം. ചേലക്കര ദീർഘകാലമായിട്ട് ഒരു ഇടതുപക്ഷത്തിൻ്റെ വലിയ സ്വാധീനമുള്ള പ്രദേശമായിട്ട് പോലും വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചിട്ട് പോലും അവർക്ക് വളരെ ചെറിയ വോട്ടോട് കൂടി മാത്രമേ അവിടെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, അദ്ദേഹം പറഞ്ഞ കാര്യം ഇപ്പോൾ UDF സിറ്റിംഗ് സീറ്റുകൾ മാത്രമേ ജയിക്കുന്നുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതിയെങ്കിൽ അത് നിലമ്പൂർ തെരഞ്ഞെടുപ്പോടുകൂടി ഞങ്ങളങ്ങ് അവസാനിപ്പിച്ച് കൊടുത്തേക്കാം. നിലമ്പൂർ ഇപ്പോൾ എന്തായാലും LDFൻ്റെ സിറ്റിംഗ് സീറ്റാണല്ലോ. അപ്പോൾ ആ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടുകൂടി മുസ്തഫയുടെ ആ പരാതി അവസാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സ്വരാജ് ആയിരുന്നു ഇപ്പോൾ സ്ഥാനാർത്ഥിയെങ്കിൽ ഞാൻ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അത് ഇഷ്ടമുള്ള സമയത്ത് പ്രഖ്യാപിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനൊന്നും ഡിനേ ചെയ്യുന്നില്ല. പക്ഷേ CPM പോലൊരു സംഘടനയ്ക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഇത്രയും ദിവസം ഇത് നീട്ടിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്ന് സാമാന്യ യുക്തിയുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് UDFിൽ ഏതെങ്കിലും തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകും, എന്നിട്ട് UDFിൽ നിന്ന് ആരെങ്കിലും അടർത്തിയെടുക്കാം എന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് വലവിരിച്ചവർ കാത്തിരുന്നു. അവരതിൽ പരാജയപ്പെട്ടു. അവസാനം അവിടെ സ്വരാജിലേക്ക് തിരിച്ചെത്തിയാണ്. ഇത് സ്വരാജിനെ പോലെ ഒരു നേതാവിനെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അദ്ദേഹത്തിനെ ആദ്യമേ തന്നെ അവിടെ പ്രഖ്യാപിക്കാമായിരുന്നു. അത് ചെയ്തിട്ടില്ല. എന്തായാലും സ്വരാജ് ഇപ്പോൾ ട്രെയിൻ ടിക്കറ്റ് എടുത്ത് നിലമ്പൂരിലേക്ക് വരേണ്ട അവസ്ഥയിലാണ്. അദ്ദേഹത്തിൻ്റെ വീട് നിലമ്പൂരാണെങ്കിൽ പോലും അദ്ദേഹം നിലമ്പൂരിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉണ്ടാകുന്ന ആളല്ല. അദ്ദേഹം നിലമ്പൂർ വരാറില്ല. അദ്ദേഹം തൃപ്പൂണിത്തറയിലാണ്, എറണാകുളത്താണ് ഉണ്ടാകാറുള്ളത്. അദ്ദേഹത്തെ ഒരിക്കൽ തൃപ്പൂണിത്തറയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്തു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മോശമായതുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യം സംസ്ഥാനത്ത് ഉണ്ടായിട്ട് കൂടി തൃപ്പൂണിത്തറയിൽ പരാജയപ്പെട്ട നേതാവാണ് സ്വരാജ്. അതും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് അദ്ദേഹം പരാജയപ്പെട്ടു. അപ്പോൾ അങ്ങനെ ജനങ്ങൾ തിരസ്കരിച്ച, പെർഫോമൻസ് മോശമായതുകൊണ്ട് ജനങ്ങൾ തിരസ്കരിച്ച ഒരു ജനപ്രതിനിധിയെ അവരിപ്പോൾ വീണ്ടും കൊണ്ടുവന്ന് നിലമ്പൂരിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലത്ത് നിർത്തിയിട്ടുള്ളതിൻ്റെ പുറകിൽ അതിൽ CPMനുള്ളിലെ ആഭ്യന്തര രാഷ്ട്രീയം വല്ലതുണ്ടോ? UDFിന് അവിടെ ഞങ്ങൾ അത്ര അഭിജത്വമല്ലോ. എത്രയായാലും നിലമ്പൂര് രാഹുലിന്റെ സ്വന്തം സ്ഥലമാണ്. രാഹുൽ പാലക്കാട് വന്ന് ഇറങ്ങുമ്പോൾ രാഹുൽ പുതിയ ആളാണ് പാലക്കാട്. അവിടെ പിടിച്ചില്ലേ ഹാഷ്മി? കേരളത്തിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള ഏതൊരാൾക്കും എവിടെയും മത്സരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ അതിനൊന്നും ഡിലേ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് സ്വരാജ് നിലമ്പൂരുകാരനാണ്.
പക്ഷേ സ്വരാജ് നേരത്തെ തൃപ്പൂണിത്തുറയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉള്ളപ്പോൾ പോലും പരാജയപ്പെട്ടയാളാണ്. പെർഫോമൻസ് മോശമായതുകൊണ്ട് തൃപ്പൂണിത്തുറ ജനങ്ങൾ പരാജയപ്പെടുത്തിയിട്ടുള്ള തൃപ്പൂണിത്തുറയുടെ ജനപ്രതിനിധിയായിരുന്നു എന്നുള്ള കാര്യം അതൊരു വ്യക്തമായിട്ടുള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചതുള്ളൂ. രാഹുൽ എവിടെയും നേരത്തെ മത്സരിച്ച് പരാജയപ്പെട്ടയാളല്ല. അദ്ദേഹം ആദ്യമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ പാലക്കാട് വന്നിറങ്ങി പാലക്കാട്ടെ ജനങ്ങൾ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു. ഇനി നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്ത് അവിടെ കാലങ്ങളായി ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്നയാളാണ്. എന്തായാലും നിലമ്പൂരുകാരൻ എന്നുള്ള നിലയ്ക്ക് സ്വരാജിനെ അവതരിപ്പിക്കാൻ കഴിയില്ല. പുറത്തുനിന്ന് കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ തന്നെ CPM-നെ അവതരിപ്പിക്കേണ്ടി വരും. കാരണം നിലമ്പൂരിലെ ജനങ്ങളുടെ ഏറ്റവും ജീവിത പ്രയാസങ്ങളിലൊന്നും സ്വരാജിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാം. അവിടുത്തെ വന്യമൃഗശല്യത്തിന്റെ കാര്യത്തിൽ അവിടുത്തെ ജനങ്ങൾ നിരന്തരമായി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായി വലിയ തോതിൽ പോർമുഖം തുറന്ന സാഹചര്യത്തിൽ, അവിടെ പ്രകൃതിക്ഷോഭങ്ങളാൽ ജനങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച സാഹചര്യത്തിൽ, സ്വന്തം നാട്ടിലെ ജനങ്ങൾ വലിയ തോതിൽ പ്രയാസം അനുഭവിച്ച ഘട്ടത്തിലൊന്നും ഇപ്പോൾ ബഹുമാനപ്പെട്ട LDF സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുത എന്തായാലും അവർക്ക് നിരസിക്കാൻ കഴിയില്ലല്ലോ. ഞങ്ങൾ എന്തായാലും സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് സ്വരാജിന്റെ ക്രെഡിബിലിറ്റിയെയോ അല്ലെങ്കിൽ മേന്മയെയോ ഒന്നും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ മുസ്തഫ പറഞ്ഞ ഒരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം മാതൃഭൂമിയുടെയോ അതല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലോ സ്വരാജിന്റെ സാന്നിധ്യത്തെയാണ് അദ്ദേഹത്തിന്റെ ദൈക്ഷണിക മേന്മയ്ക്കുള്ള ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട മുസ്തഫ മനസ്സിലാക്കേണ്ടത് മാതൃഭൂമിയുടെ ഫെസ്റ്റിവൽ ആണെങ്കിലും മനോരമയുടെ ഹോർത്തൂസ് ആണെങ്കിലും അതിൽ ഞാനും രാഹുലും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ അതിൽ പങ്കെടുക്കാറുള്ളതാണ്. ഞങ്ങളെയൊക്കെ അതിലേക്ക് ക്ഷണിക്കാറുള്ളതാണ്. അപ്പോൾ സ്വരാജിനെ മാത്രമായിട്ട് കേരളത്തിൽ സ്വരാജ് മാത്രമല്ല അത്തരം സാഹിത്യോത്സവങ്ങളിലേക്ക് ക്ഷണിക്കപ്പെടുന്ന ഏക രാഷ്ട്രീയ നേതാവ് എന്നുള്ള ബോധ്യമെങ്കിലും ശ്രീ മുസ്തഫയ്ക്ക് വേണം. അതുകൊണ്ട് അതെല്ലാം രാഹുൽ സ്വരാജിന്റെ ഒരു മികവായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം കൂടി പറയാൻ അവസാനിപ്പിക്കാം. ഇല്ല, ഞാൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന സന്ദീപ് വാര്യർക്കാണെങ്കിലും അല്ലെങ്കിൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാവിനാണെങ്കിലും അത് സ്വരാജ് ആണെങ്കിലും അവരുടെ മികവ് കൊണ്ടാണ് വിളിക്കുന്നത്. അത് തർക്കമൊന്നുമില്ല. അല്ല ഞാൻ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് അത് സ്വരാജിന്റെ മാത്രം മികവായിട്ട് പറയരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആര്യൻ ഷൗക്കത്തും അത്തരത്തിൽ സർഗാത്മകമായിട്ടുള്ള മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ശ്രീ സ്വരാജിന് സാന്ദർഭികമായി ഓർത്തു പോവുകയാണ്, നിയമസഭയ്ക്കകത്ത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ CAG-യുടെ ഓഡിറ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് CAG പറഞ്ഞ സ്റ്റേറ്റ് കിഫ്ബി ഒരു സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന ഉദ്ധരിച്ചുകൊണ്ട് സ്വരാജ് നടത്തിയ പ്രസംഗവും അതിന് ശ്രീ VD സതീശൻ നൽകിയ മറുപടിയും ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞ സ്റ്റേറ്റ് എന്താണെന്ന് VD സതീശൻ സ്വരാജിന് ക്ലാസ് എടുത്ത ആ സന്ദർഭം ഞാൻ ഓർത്തു പോവുകയാണ്. ഒരുപക്ഷെ അതിന്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കണം തൃപ്പൂണിത്തറയിലെ ജനങ്ങൾ ഇദ്ദേഹം ഞങ്ങളെ പ്രതിനിധീകരിക്കേണ്ട എന്ന് കഴിഞ്ഞ നിയമസഭ അതിനുമുമ്പ് ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ സന്ദീപ് വാര്യർ പറയുന്നത് എന്താണ്? സന്ദീപ് വാര്യർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്താണ് ബെസ്റ്റ് സ്ഥാനാർത്ഥി, അവിടെ ജയിക്കാൻ പോകുന്നത് ആര്യാടൻ ഷൗക്കത്താണ്, UDF ക്യാമ്പ് വലിയ കോൺഫിഡൻസിലാണ്. മുസ്തഫ പറയുന്നത് എന്താണ്? അതിനേക്കാൾ നല്ല സ്ഥാനാർത്ഥി സ്വരാജാണ്, ജയിക്കാൻ പോകുന്ന സ്വരാജാണ്, അവിടെ LDF ക്യാമ്പാണ് ബെസ്റ്റ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഉല്ലാസ് ബാബു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങളുടെ കൺഫ്യൂഷൻ സ്ഥാനാർത്ഥി വേണോ വേണ്ട എന്നാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് മുഖത്ത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാമോ? അതൊരു ദുർഗതിയല്ലേ ഉല്ലാസ് ബാബു? ശ്രീ ഹാഷ്മി, അത് ഒരു ദുർഗതിയല്ല എന്ന് ഹാഷ്മിയെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. കാരണം എന്താണ് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമാണ് എന്ന് പറഞ്ഞത്? ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും അടങ്ങുന്ന ആളുകൾ തന്നെ ആ കാര്യത്തിൽ സത്യസന്ധമായിട്ട് അവരുടെ മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പ് ഒരു അനാവശ്യമായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തും. ഹാഷ്മിയെ പോലുള്ള ആങ്കർമാർ, മാധ്യമ പ്രവർത്തകർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ വിളിച്ചു വരുത്തിയത് എന്തടിസ്ഥാനത്തിലാണ്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യകത എന്തായിരുന്നു? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ വൈരാഗ്യം അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യക്കുറവിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം രാജിവെച്ച് പോയതിൻ്റെ പേരിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. നോക്കൂ, ഒരു MLA എന്ന സ്ഥാനത്തിരുന്ന് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യം, അതോ പുറത്തു പോയിട്ട് ആ സർക്കാരിനെതിരെ സംസാരിക്കുന്നതാണോ കൂടുതൽ അഭികാമ്യമെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തൂ. രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ജയിച്ചു വരുന്ന MLA, അത് ഏത് പക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജയിച്ചു വരുന്ന ഒരു MLA-ക്ക് കിട്ടാൻ പോകുന്ന 7 മാസത്തോളം സമയം. ആ 7 മാസം കൊണ്ട് ഹാഷ്മിക്ക് തോന്നുന്നുണ്ടോ ഒരു റോഡോ ഒരു തോടോ ഒരു പാലമോ അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായിട്ടൊരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്ന് ഒരു പേപ്പർ സർക്കാരിൽ നിന്ന് ഒപ്പിട്ട് കൊണ്ടുവന്ന് കാര്യഗൗരവമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇടതുപക്ഷത്തിനെതിരെ സംസാരിക്കുന്ന അൻവർ ഇടതുപക്ഷത്തിന്റെ കാലം ഇത്ര എന്നുള്ളത് നിങ്ങൾ അതുകൊണ്ട് പറഞ്ഞു വരട്ടെ. അതുകൊണ്ട് ഈ ബൈ ഇലക്ഷൻ വരുത്തി തീർത്തതോ എന്തായാലും തീർച്ചയായിട്ടും
ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് ആരാണ്? അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് അത് പ്രഖ്യാപിക്കുന്നത്, അല്ലേ? കാണിച്ച നീതികേട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പ് വന്നാൽ അതിലെ രാഷ്ട്രീയ പോരാട്ടം നമ്മൾ കാണുകയാണ്. ശ്രീ ഉല്ലാസ് ബാബു, ഹാഷ്മി, ഈ ഇപ്പോ നിങ്ങളുടെ രാജീവ് ചന്ദ്രശേഖരൻ ആദ്യ ദിവസം പറഞ്ഞ എന്താണ്? പോയ വർഷങ്ങളിൽ ഈ പറഞ്ഞ നിലമ്പൂരിൽ BJPക്ക് കാര്യമായ വോട്ടൊന്നും കിട്ടിയിട്ടില്ലല്ലോ, ഞങ്ങൾക്ക് അവിടെ ശക്തിയുണ്ടോ എന്നൊക്കെയാണ് നിങ്ങളുടെ കൺസേൺ. ശ്രീ ഉല്ലാസ് ബാബു 140 മണ്ഡലങ്ങൾ നിങ്ങൾ മത്സരിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പിച്ചാണോ? അല്ലല്ലോ. നിങ്ങളുടെ അവിടെ സ്ഥാനാർത്ഥിയില്ല, നിങ്ങൾക്ക് അവിടെ അനാഥമായി നിൽക്കുന്ന വോട്ടുകൾ ആർക്ക് പോകുമെന്നാണ് കരുതേണ്ടത്? അപ്പോൾ ശരി ഹാഷ്മി, ഞാനൊന്ന് പറയുന്നതെന്ന് കേൾക്കൂ പ്ലീസ്. ഇതിനേക്കാൾ വോട്ട് കുറവുള്ള സ്ഥലത്ത് ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളെ കാര്യം വളരെ കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമായി വിളിച്ചു വരുത്തിയ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഇപ്പോൾ പിണറായി വിജയനാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്ന വിചിത്രമായ കാര്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് അദ്ദേഹത്തെ പരിപൂർണമായി തള്ളിയിട്ടില്ലല്ലോ. അദ്ദേഹം ചെയ്യാത്ത കാര്യങ്ങൾ പോലും അംഗീകരിക്കുന്ന നിലപാടല്ലേ കോൺഗ്രസ് എടുക്കുന്നത്? അദ്ദേഹത്തിന് അസോസിയേറ്റ് ആക്കിയോ അല്ലെങ്കിൽ കൂട്ടുകക്ഷിയാക്കുമോ എന്നതിൽ തർക്കമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശൈലിയോട്, അദ്ദേഹം പോകുന്നതിനോടും ഇവർക്ക് വിരോധമല്ല എന്ന് പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ പറഞ്ഞു 2018 പ്രളയം നടന്നതിന് ശേഷം നീല ടാർപ്പായ വെച്ച കുടുംബങ്ങൾ ഇനിയുമുണ്ട്, അവരെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ആ പരിഹരിക്കപ്പെടാത്തത് ആരുകൊണ്ടാണ്? അൻവർ കൊണ്ടാണ്. അന്ന് ഉൾക്കൊള്ളാൻ ഇവർ തയ്യാറായിരുന്ന അൻവറെ കൊണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനിയും വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ട് പ്രായോഗികമായ വികസനം അവിടെ നടപ്പിലാകില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ജനങ്ങളെ അനാവശ്യമായി വലയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തുന്നത് കൃത്യമായി തെറ്റാണ് എന്നുള്ള ആ ബോധ്യം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇതിന്റെ ഭാഗമാകേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് കൃത്യമായി ഞങ്ങൾ ഭാഗമാകും. ഞങ്ങളുടെ സ്ഥാനാർത്ഥി 2 ദിവസത്തിനുള്ളിൽ വരും ചെയ്യും. ഓക്കെ, ഞാൻ സന്ദീപ് കൈയുയർത്തി, ഞാൻ സന്ദീപിലേക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ VP മുസ്തഫ, ഇവിടെ സന്ദീപ് വാര്യർ പറഞ്ഞൊരു പ്രശ്നമുണ്ടല്ലോ, അത് എല്ലാവരുടെയും പ്രശ്നമാണ്. ഇപ്പം ശ്രീ മുസ്തഫ നിൽക്കുന്നത്, പ്രവർത്തിക്കുന്നത് മുസ്തഫയുടെ തട്ടകത്തിലാണ്. ആ തട്ടകത്തിൽ മുസ്തഫയ്ക്ക് ഒരു സേ ഉണ്ട്. ആ തട്ടകത്തിൽ ഓരോ മനുഷ്യരെ മുസ്തഫയ്ക്ക് നേർക്കുന്നതിനറിയാം. ആ തട്ടകത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടാനുള്ള ശേഷി മുസ്തഫയ്ക്കുണ്ട്. മുസ്തഫ, എൻ്റെ നാട് പന്തളമാണ്. ഞാനിപ്പം നാട്ടിലോട്ട് പോക്ക് അപൂർവമേ ഉള്ളൂ. ഞാൻ എൻ്റെ വിദ്യാർത്ഥി സംഘടനാ കാലത്ത് അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കുന്ന കാലത്ത് എനിക്ക് നാട്ടിലുള്ള ഓരോ മനുഷ്യർക്ക് വളരെ വ്യക്തമായി അറിയാമായിരുന്നു. ഇപ്പം എന്നെ നാട്ടുകാർക്ക് അറിയാവുന്നത് എങ്ങനെയാണ്? 24-ലെ മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്കും നാട്ടുകാരൻ എന്നുള്ള നിലയ്ക്കേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ കാര്യമായ സേയോ അല്ലെങ്കിൽ ഓരോ മനുഷ്യരെ ഇപ്പോൾ നേരിട്ട് അറിയുകയോ ആ നാടിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല. സ്വരാജിൻ്റെ കുറ്റമല്ല. കാരണം എന്താ, സ്വരാജ് നിലമ്പൂരിൽ നിന്ന് വിട്ട് സ്വരാജിൻ്റെ പ്രവർത്തന മണ്ഡലം എറണാകുളമായി പോയി. മുസ്തഫ, അതൊരു പ്രശ്നമല്ലേ? അതൊരു യഥാർത്ഥ പ്രശ്നമല്ലേ? നിങ്ങൾ ഒന്ന് ആദ്യം ശ്രീ ഉല്ലാസ് ബാബു പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പുകൾ എന്തോ അടിച്ചേൽപ്പിക്കലാണ് എന്നുള്ളത്. ഒരുപാട് മറ്റു പാർട്ടികളുടെ MLA-മാരെ പ്രലോഭിപ്പിച്ച് മോഹിപ്പിച്ച് രാജിവെപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കർണാടകത്തിലും ഹിമാചൽ പ്രദേശിലും അരുണാചലിലും എല്ലാം ബൈ ഇലക്ഷൻ ഉണ്ടാക്കിയൊരു പാർട്ടിയാണ്. കൂട്ടത്തോടെ പല മണ്ഡലങ്ങളിൽ ബൈ ഇലക്ഷൻ ഉണ്ടാക്കിയ പാർട്ടിയാണ്. അവരാണിപ്പോൾ വന്നിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ബൈ ഇലക്ഷൻ നടത്തുന്നത് ശരിയല്ലല്ലോ. അത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനോട് പറയൂ. നിലവിലുള്ള ചട്ടവും നിയമവും അനുസരിച്ചിട്ട് ഒരു നിശ്ചിത കാലയളവിൽ കൂടുതൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒഴിവ് വന്നാൽ അവർക്ക് ഇലക്ഷൻ നടത്തിയേ പറ്റൂ. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ രാജിവെച്ചിട്ട് ബൈ ഇലക്ഷൻ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയാൻ BJPക്ക് ഏതായാലും ധാർമ്മികമായിട്ട് അവകാശമില്ല. കാരണം ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തെരഞ്ഞെടുത്തവരെ മറുകണ്ഠം ചാടിച്ച് വീണ്ടും ബൈ ഇലക്ഷൻ ഉണ്ടാക്കിച്ച പാർട്ടിയാണ് നിങ്ങൾ. അങ്ങനെ സ്റ്റേറ്റ് ഭരണം പോലും കർണാടകത്തിൽ ഉൾപ്പെടെ നിങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. 2, തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-ക്ക് എന്തും ചെയ്യാൻ വേണ്ടി കഴിയില്ല. കേരളത്തിൽ LDF ഗവൺമെൻറ് ആണുള്ളത്. പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എല്ലാ മണ്ഡലങ്ങളിലും വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആക്ഷേപിച്ച നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടിയ നിവേദനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഏതാണ്ട് 990 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി 7 or 8 മാസമായാലും ശരി, ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടക്കേണ്ട അവിടെ തീരുമാനിച്ചിട്ടുള്ള നിലമ്പൂർ ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഏതാണ്ട് 280 കോടി രൂപയുടെ വികസന പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് MLA-ക്ക്, തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു MLA-ക്ക് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയും. ഇനി ഈ താങ്കളും അതുപോലെ സന്ദീപും പറഞ്ഞ ഈ സ്വരാജിൻ്റെ നിലമ്പൂർ ബന്ധം, അദ്ദേഹം ജനിച്ചത് പോത്തുകല്ലിലാണ്, അദ്ദേഹം പഠിച്ചത് അവിടുത്തെ കലാലയങ്ങളിലാണ്. അന്ന് തൊട്ട് SFI പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി ഹാഷ്മി ഇപ്പോൾ പറഞ്ഞതുപോലെ ആ നാട്ടുകാരെ കണ്ട് അവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടാണ് അദ്ദേഹം SFIയിലൂടെ DYFIയിലൂടെ വന്നത്. അദ്ദേഹം നേരെ എറണാകുളത്ത് പോയിട്ട് അവിടെ നിന്ന് പ്രവർത്തിച്ച് നേതാവായതല്ല. ഈ പോത്തുകല്ലിലും നിലമ്പൂരിലും മലപ്പുറം ജില്ലയിലും
അവിടുത്തെ SFIയുടെ ജില്ലാ സെക്രട്ടറി, അദ്ദേഹം പഠിച്ച കോളേജിലെ യൂണിറ്റ് സെക്രട്ടറി, ആ പ്രദേശം ഉൾക്കൊള്ളുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസ് യൂണിയൻ ചെയർമാൻ, ഈ നിലയിലെല്ലാം അദ്ദേഹം വന്നിട്ടുള്ളത് പോത്തുകല്ലെന്ന് നിലമ്പൂരിൽ നിന്ന്, അവിടെ നിന്നാണ് ചുങ്കത്തറയിലെ മാർത്തോമ കോളേജിലാണ് അദ്ദേഹം പഠിച്ചത്, അവിടെ നിന്നാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ കഴിവിനെയും ശേഷിയെയും അംഗീകരിച്ച് അദ്ദേഹം സംസ്ഥാന തലത്തിലുള്ള കേഡറായി. അങ്ങനെയല്ലേ പാലക്കാട്ടുള്ള സന്ദീപ് സംസ്ഥാന തലത്തിൽ BJPയുടെ വക്താവായിരുന്നത്? അങ്ങനെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രത്യേക നാട്ടിൽ ജനിച്ച, പത്തനംതിട്ടയിൽ ജനിച്ചയാൾ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും ഇപ്പോൾ പാലക്കാട് മത്സരിക്കാൻ കഴിയുന്ന വിധത്തിൽ വലിയ സ്വീകാര്യതയും ഉണ്ടായത്. അപ്പം അതുകൊണ്ട് എന്തോ അദ്ദേഹം തൃപ്പൂണിത്തുറയിലേക്ക് അദ്ദേഹം പോയത് അപ്പോഴാണ് 2016 തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം മത്സരിക്കണമെന്ന് തീരുമാനിച്ചതാ. അതിന് മുമ്പേ അദ്ദേഹം എറണാകുളം ജില്ലയിലല്ലല്ലോ, അതിനു മുമ്പേ ഒക്കെ അദ്ദേഹം നാട്ടിൽ തന്നെയാണുള്ളത്. തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു, അവിടെ K ബാബുവിനെ തോൽപ്പിച്ചില്ലേ. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് കൊണ്ടുകൂടി ജനം തിരസ്കരിച്ചതാണെങ്കിൽ K ബാബു എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിനെ, അദ്ദേഹം മന്ത്രിയായിരുന്നു, ഒന്ന് സിറ്റിംഗ് മന്ത്രിയാ, സിറ്റിംഗ് MLA-യുമാണ് അവിടുത്തെ. അങ്ങനെ സിറ്റിംഗ് മന്ത്രിയും സിറ്റിംഗ് MLA-യുമായ K ബാബുവിനെ തോൽപ്പിച്ചിട്ടാണ് ആ എറണാകുളത്ത് അന്ന് വരെ കാര്യമായിട്ട് വേരുകളില്ലാതിരുന്ന, തൃപ്പൂണിത്തുറയിൽ ആരെയും മുഖപരിചയമേ ഇല്ലാതിരുന്ന, നിങ്ങളുടെ ഭാഷയിൽ ആരുടെയും മുഖപരിചയമേ ഇല്ലാതിരുന്ന സ്വരാജ് പോയിട്ട് തൃപ്പൂണിത്തുറ പോലെ ഒരു അർബൻ കൾച്ചറുള്ള നഗരത്തിൽ ആ നാട്ടുകാരനും അവിടുത്തെ സിറ്റിംഗ് MLA-യും മന്ത്രിയുമായിരുന്ന K ബാബുവിനെ അട്ടിമറിച്ച് വിജയം നേടിയത്. ഇനി ആര്യാട് ഷൗക്കത്തിന്റെ കാര്യം നോക്ക് നിങ്ങൾ. അദ്ദേഹം 2016 അച്ഛൻ ഒഴിഞ്ഞു കൊടുത്തപ്പോ ആര്യാടൻ മുഹമ്മദ് 2011-16 UDF ഗവൺമെന്റിലെ മന്ത്രിയായിരുന്ന 10-30 വർഷം ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ആര്യാടൻ മുഹമ്മദ് ഈ ആര്യാടൻ ഷൗക്കത്തിന് ഒഴിഞ്ഞു കൊടുത്തില്ലേ? അന്നേരം അദ്ദേഹം അവിടുത്തെ നിലമ്പൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൂടിയാ. അങ്ങനെ അവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ ആര്യാടൻ ഷൗക്കത്തിനെയല്ലേ 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന അൻവർ. അതിനു മുമ്പ് അദ്ദേഹം ഏറനാടാ മത്സരിച്ചത്, നിലമ്പൂരിലല്ല. ഈ അൻവർ വിജയിച്ചെടുക്കുന്നത്, അതും കോൺഗ്രസ് നിന്ന് വിമതനായിട്ട് വന്ന് ഇടതുപക്ഷ പിന്തുണയോടുകൂടി മത്സരിച്ചപ്പോൾ. അപ്പോൾ നല്ല നിലയിൽ അവിടെ ഇടതുപക്ഷത്തിന് വേരോട്ടമുണ്ട്. ആ വേരോട്ടത്തോടൊപ്പം ഇദ്ദേഹം ഇപ്പോൾ ഈ പ്രളയം ഉണ്ടായോ, ഇന്ന് രാവിലെ ഹാഷ്മി ഈ വാർത്താ സമ്മേളനത്തിൽ അൻവർ ഈ കാര്യം പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നു ഈ നിലമ്പൂരുകാരൻ. 2019 ഓഗസ്റ്റ് മാസത്തിൽ ഈ പോത്തുകല്ലിലെ ദുരന്തമുണ്ടായ സമയത്ത് അന്ന് PV അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് എടുത്തു നോക്കൂ. ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഫോട്ടോ എന്താ? ഒരു ഫോട്ടോകളാണ്. ഒരേ കുടയിലാണ് ഞങ്ങൾ പോയെന്ന് പറഞ്ഞെന്ന് സ്വരാജ് പറഞ്ഞു. അതുപോലെ സ്വരാജും ഒരുമിച്ച്, അല്ല ഞാൻ പറഞ്ഞാൽ നേരത്തെ നടത്തിയ നരേഷൻ അതായിരുന്നു. അങ്ങനെയല്ല രാവിലെ അൻവർ പറഞ്ഞത്. അവിടെ പോയി എന്ന് മാത്രമല്ലല്ലോ, അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഈ സാധനങ്ങൾ അൺലോഡ് ചെയ്യാൻ, ലോറിയിൽ നിന്ന് അൺലോഡ് ചെയ്യാൻ, അത് ക്യാമ്പിലേക്ക് എത്തിക്കാൻ, വീടുകളിലേക്ക് എത്തിക്കാൻ ഒക്കെ അദ്ദേഹം DYFI ജില്ലാ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരിക്കുമ്പോൾ, അദ്ദേഹം SFIയുടെ നേതാവായിരിക്കുമ്പോഴാണ് രക്തദാന സേനകൾ, അതുപോലെ അവയവദാന പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊക്കെ കേരളത്തിൽ നടപ്പിലാക്കി കേരളത്തിലെ യുവത്വത്തെ സർഗാത്മകതയിലേക്ക് നയിച്ച ഒരാൾ. അങ്ങനെ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ശ്രമദാന പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും സ്വന്തം നാട്ടിൽ ആ നാട് നേരിട്ട ദുരന്തത്തിൽ അന്നത്തെ MLA അൻവറിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് അൻവർ ഫേസ്ബുക്കിൽ സാക്ഷ്യപ്പെടുത്തിയത്. കാര്യങ്ങളിലെല്ലാം അദ്ദേഹത്തിന് നല്ല നിലപാടും ശരിയായ നിലയിൽ പ്രവർത്തിക്കാനും കഴിയുന്ന ഒരാൾ തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ നാട്ടുകാരൻ എന്നുള്ള നിലയിലുള്ള വലിയ സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ശ്രീ മഞ്ഞക്കടമ്പൻ, താങ്കൾ പറഞ്ഞു വന്നത് സാങ്കേതിക പ്രശ്നമുണ്ടായി. മഞ്ഞക്കടമ്പൻ, എൻ്റെ ചോദ്യം ഇതാണ്. അൻവർ എന്തായാലും മത്സരിക്കാൻ പോവാ, അക്കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അതങ്ങ് നേർക്കുന്നേരെ പറഞ്ഞുകൂടെ? അതല്ല, അതിൻ്റെ പൈസ ഇല്ല, അത് ആൾക്കാർ 500-1000 പൈസ ആയിട്ട് വരുന്നു. ആൾക്കാർ അത്ര മണ്ടന്മാരാണോ ശ്രീ മഞ്ഞക്കടമ്പൻ? ഇപ്പോൾ എന്താണ് ഈ പറയുന്ന, പണ്ട് ജോൺ അബ്രഹാമൊക്കെ സിനിമ എടുത്തതുപോലെ ആൾക്കാർ 500-1000 കൊണ്ടുവന്ന സിനിമ കൂട്ടി വെച്ച് അൻവർ മത്സരിക്കാൻ പോകുന്നു എന്നൊക്കെ ആലോചിക്കാൻ ആൾക്കാർ മണ്ടന്മാരാണോ? അൻവറിൻ്റെ ഈ പണമുണ്ട്, അൻവറിൻ്റെ ഈ പണമില്ല, TMC പണം കൊടുക്കും, ഇതാ മത്സരിക്കാൻ പോകുന്നു എന്ന് പ്രഖ്യാപിക്കാൻ പ്രശ്നം എന്താ? അല്ല, അൻവർ പറഞ്ഞതെന്താ? അല്ല പറയട്ടെ, അൻവറിൻ്റെ കയ്യിൽ പണമില്ല എന്ന് അൻവർ പറഞ്ഞ സത്യമാണ്. അദ്ദേഹത്തെ ഇവിടുത്തെ ഗവൺമെൻറ് അദ്ദേഹത്തെ സാമ്പത്തികമായി ജനിക്കുന്നു, അദ്ദേഹത്തെ ബിസിനസ്സുകൾ മുഴുവൻ തകർത്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലും അദ്ദേഹത്തെ വരിഞ്ഞു മുറുകിയിരിക്കുന്നു. അപ്പോൾ TMC സഹായിക്കും, അല്ലെങ്കിൽ
പണമില്ല എന്ന് കേട്ടപ്പോൾ നിലമ്പൂരിലെ സാധാരണക്കാരായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തകർ അവർ പറഞ്ഞു പണമില്ലാത്തതിന് പേരിൽ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് അദ്ദേഹം മത്സരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്ന അൻവർ പി വി അൻവർ മത്സരിക്കണമെന്നാണ്. അദ്ദേഹം ഒരിക്കലും കഴിഞ്ഞ ദിവസം എന്നോട് സൂചിപ്പിച്ചു, എന്നോട് മത്സരിക്കണമെന്ന് പോലും പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും മത്സരിക്കില്ല, അദ്ദേഹം പ്രിയപ്പെട്ട പി വി അൻവർ മത്സരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ മത്സരിക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അതേതായാലും തിങ്കളാഴ്ച അതിനെ സംബന്ധിച്ചുള്ള ഫൈനലായ തീരുമാനമുണ്ടാവും. നോമിനേഷൻ്റെ കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച ഉണ്ടാവും, യാതൊരു സംശയവും വേണ്ട. ഇവിടെ എന്താ ഇപ്പോൾ പി വി അൻവർ മത്സരിക്കാൻ ഇറങ്ങിയത്? പി വി അൻവർ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ച ആളല്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ ആ ദുർഭരണത്തിനെതിരെ ആ സർക്കാരിന്റെ കൊടുക്കണമെന്നാണ് ഞങ്ങൾ ഇപ്പോൾ പദ്ധതി ഇടുന്നത്. അത് നടക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഏതായാലും പറയട്ടെ, രാജിവെച്ച് വന്ന് ഇവിടെ UDF ആ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് അങ്ങ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ പോരാട്ടം നടത്തുന്ന ആ പി വി അൻവറെ ചേർത്ത് പിടിച്ചു നിർത്താനുള്ള ബുദ്ധിയും ശക്തിയും ശേഷിയും ചേമുഷിയും അല്ലെങ്കിൽ ഇവിടുത്തെ UDFന്റെ നേതാക്കൾക്ക് ഇല്ലാതെ പോയതുകൊണ്ടാണ് പി വി അൻവർ ഇന്ന് മത്സരരംഗത്തേക്ക് വന്നത്. അദ്ദേഹത്തെ പരമാവധി അപമാനിച്ചു. നിങ്ങൾ ഓർക്കണം, ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ട് അപേക്ഷ കൊടുപ്പിക്കുന്നു, എവിടെ UDF എടുക്കാൻ എന്തിനു അപേക്ഷ കൊടുക്കുന്നു? യോഗം ചേർന്നങ്ങ് എടുത്താൽ പോരെ. അതിനുശേഷം ആ മുഴുവൻ നേതാക്കന്മാരെ വീടുകൾ കയറിയിറക്കുന്നു. അതിനുശേഷം പറയുന്നു പ്രതിപക്ഷ നേതാവിനെ ചുമതലപ്പെടുത്തിയിട്ട് എന്തുകൊണ്ട് അദ്ദേഹം അസോസിയേറ്റ് അംഗമായിട്ട് പോലും പ്രഖ്യാപിച്ചില്ല? നിങ്ങൾ ഓർക്കണം എത്ര മോശമായിട്ടാണ് പെരുമാറിയത്. പ്രഖ്യാപിക്കുമ്പോൾ പോലും അദ്ദേഹത്തോട് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അൻവർ പോരാടാൻ ഇറങ്ങുമ്പോൾ അൻവറിന്റെ പോരാട്ടം ആരോടാണ്? പിണറായിയോടോ സതീഷിനോടോ? അൻവർ പറഞ്ഞ പിണറായിസം എന്ന കാരണം കൊണ്ടാണല്ലോ അദ്ദേഹം. ഒന്നാമത്തെ കാര്യം, ഈ പറഞ്ഞ MLA സ്ഥാനം രാജിവെക്കാനുള്ള തീരുമാനം തന്നെ രാഷ്ട്രീയ അബദ്ധം എന്ന് വിലയിരുത്താൻ പറ്റൂ. പോട്ടെ, അൻവറിന്റെ തീരുമാനം. അൻവർ വോട്ട് ചോദിക്കാൻ പോകുന്ന ആർക്കു വേണ്ടിയാണ് വോട്ട് ചോദിക്കാൻ പോകുന്നത്? അല്ല, പിണറായി വിജയനോടുള്ള വിരോധം അല്ലെങ്കിൽ അവരുടെ പിണറായിസത്തിനെതിരെയാണ് അദ്ദേഹം രാജിവെച്ചത്. അല്ലെങ്കിൽ ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. എന്തോ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. സന്ദീപ് വാര്യർ, ഇവിടെ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കൺഫ്യൂഷനാണ്. BJPയുടെ മുതിർന്ന നേതാക്കൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിനാണ് വെറുതെ പോയി അനാവശ്യമായ ശക്തികളിലേക്കേണ്ട കാര്യം ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ ഊർജ്ജം ചിലവാക്കാൻ പോകുന്നത് വരുന്ന നിയമസഭയിൽ തദ്ദേശത്തിലൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. BDJS സമീപിച്ച് നോക്കി, BDJSന്റെ അധ്യക്ഷനോട് രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അറിഞ്ഞൂടാ സ്ഥാനാർത്ഥി ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അവിടെ പക്ഷേ സ്ഥാനാർത്ഥി ഉണ്ടായാലും ഒരു സ്ഥാനാർത്ഥി, ഇപ്പം നമ്മുടെ ഈ ചോദ്യങ്ങൾ എന്തുകൊണ്ട് സ്ഥാനാർത്ഥി എന്ന ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കുള്ള ഒരു വഴിപാട് സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തെറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ സ്ഥാനാർത്ഥി അവിടെ ഉണ്ടാവുകയുള്ളൂ സന്ദീപ്. അവിടെ BJPക്ക് 10 മുതൽ 12 വരെ ഏറ്റവും കുറഞ്ഞ പക്ഷം 10 വോട്ട് 10,000 വോട്ട് BJPക്ക് അവിടെ ഉണ്ട്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണെങ്കിൽ പി വി അൻവർ മത്സരിക്കുകയാണെങ്കിൽ ഓരോ വോട്ടും നിർണായകമാവുകയാണെങ്കിൽ ആ 10,000 വോട്ട് നിർണായകമാണ്. സന്ദീപ്, അഷ്മി, BJP സംബന്ധിച്ചോളം ഞാൻ ആ പാർട്ടിയുടെ ആഭ്യന്തര വിഷയങ്ങളൊന്നും അഭിപ്രായം പറയേണ്ട ആളല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, BJPയുടെ ചരിത്രത്തിലെവിടെയും ഒരു സ്ഥാനാർത്ഥി നിർണയം ഇത്രത്തോളം വൈകിയ ഒരു സാഹചര്യം ഇതിനു മുൻപ് എൻ്റെ ഓർമ്മയിലില്ല. ഇത്രത്തോളം വൈകി മറ്റ് 2 മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രംഗത്തിറങ്ങി നാമനിർദ്ദേശ പത്രിക പോലും സമർപ്പിച്ചതിന് ശേഷവും BJPയെ പോലൊരു പാർട്ടിക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്, അതല്ലെങ്കിൽ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് കൂടി തീരുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJPയുടെ പടനായകനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് അനാവശ്യമാണെന്ന് പറയുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് വലിയ സ്വാധീനമില്ലാത്ത മണ്ഡലമാണ് എന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഒരു സംസ്ഥാന പ്രസിഡന്റ് ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ പ്ലേസ് ചെയ്തിട്ട് ഞങ്ങൾ ജയിക്കാനാണ് മത്സരിക്കുന്നത് എന്ന് എങ്ങനെ പറയാൻ സാധിക്കും BJPക്ക്? ഞങ്ങൾ തോൽക്കും എന്ന് ആദ്യമേ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ സംസ്ഥാന പ്രസിഡന്റ് എങ്ങനെയാണ് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാൻ സാധിക്കുന്നത്? അപ്പം തോൽക്കുമെന്ന് ആദ്യമേ ഒരു പടനായകൻ പ്രഖ്യാപിച്ച് ഇനി എങ്ങനെ പടക്കളത്തിലേക്ക് ഇറങ്ങും? ഇത് വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു മിസ്റ്റേക്കോ ഒരു ബ്ലണ്ടറോ പറ്റിയതോ അതല്ലെങ്കിൽ BJP വ്യക്തമാക്കണം CPM-മായി എന്ത് അന്തർധാരയാണ് നിങ്ങൾക്കുള്ളത്. ഇവിടെ നോക്കൂ, CPM-ന്റെ നിലപാടായിരുന്നല്ലോ ഇത് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണെന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ CPM-ന്റെ നിലപാടായിരുന്നു. അതേ നിലപാട് ഇപ്പോൾ BJPയുടെ പ്രതിനിധി ഇവിടെ ആവർത്തിക്കുകയാണ്. അപ്പോൾ CPM-ന്റെ പ്രതിനിധിയുടെയും CPM നേതാക്കന്മാരുടെയും BJP നേതാക്കന്മാരുടെയും ശബ്ദം ഏതാണ്ട് ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ട് ഞാൻ വാസ്തവം ഞെട്ടിപ്പോയി. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ആ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും അംഗത്തിന് പ്രതിഷേധമുണ്ടെങ്കിൽ അയാൾ രാജിവെക്കരുത് എന്നാണ് BJPയുടെ അഭിപ്രായം. രാജിവെക്കാതെ അയാൾ തുടരണം എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം. അപ്പോൾ പിണറായി വിജയൻ സർക്കാരിനുള്ള പിന്തുണ കുറയരുത് എന്നാണ് BJPയുടെ അംഗം ഇപ്പോൾ പരസ്യമായിട്ട് ഇവിടെ പ്രസ്താവിച്ചത്. അതല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിനൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിട്ട് ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പാടുള്ളതല്ല, ഈ അവസരത്തിൽ അത്തരമൊരു തെരഞ്ഞെടുപ്പ് വരരുത് എന്ന് BJP എന്തിനാണ് ആഗ്രഹിക്കുന്നത്?
പിന്നെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യമായിട്ടാണോ? ഇപ്പോൾ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ആദ്യമായിട്ടാണോ? BJP ഞാൻ നേരത്തെ മുസ്തഫയും അതേ പോയിന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കാത്തതാണ്. BJP എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് ആരൊക്കെ രാജിവെപ്പിച്ചിരിക്കുന്നു. BJPയുടെ എത്രയോ നേതാക്കന്മാർ പല സാഹചര്യങ്ങളിൽ ലോക്സഭയിൽ നിന്നും സംസ്ഥാന നിയമസഭയിൽ നിന്നൊക്കെ രാജിവെച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ആദ്യത്തെ കാര്യമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആദ്യത്തെ കാര്യമൊന്നുമില്ല. ഇതൊക്കെ എന്തോ ആദ്യത്തെ കാര്യം പോലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും അതല്ലെങ്കിൽ ഇപ്പോൾ പ്രതിനിധിയൊക്കെ അവതരിപ്പിക്കുന്നത്. എനിക്കൊന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാഷ്ട്രീയത്തിലുള്ള അനുഭവക്കുറവുകൊണ്ടായിരിക്കാം, ഗ്രാഹ്യം കുറവുകൊണ്ടായിരിക്കാം, കേരള രാഷ്ട്രീയ ചരിത്രത്തിലുള്ള അദ്ദേഹത്തിന്റെ പരിചയക്കുറവുണ്ടായിരിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, BJP ഭയന്നിരിക്കുകയാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ലക്ഷ്മി, അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് അന്ന് വയനാട് ചാർജ് ഉണ്ടായിരുന്നു. അന്ന് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വോട്ട് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നു സുരേന്ദ്രൻ നേടി. 17,500 വോട്ട് നേടി. ആ 17,500 വോട്ട് എന്ന് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് നേടിയ വോട്ടിൽ നിന്നും ഇപ്പൊ BJP വലിയ മുന്നേറ്റം കൈവരിച്ചു എന്നുള്ള അവകാശപ്പെടുന്നത്. വാസ്തവത്തിൽ പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിച്ചു BJP മുന്നോട്ടല്ല പുറകോട്ടാണ് കേരളത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ 17,500 കിട്ടാൻ പോകുന്നില്ല. ഈ വളരെ വോട്ട് കുറഞ്ഞ BJPയുടെ പ്രകടനം ദയനീയമായിരിക്കുമെന്ന് BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് അറിയാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പുതുതായി ചുമതലയേറ്റ സംസ്ഥാന അധ്യക്ഷന്റെ ആദ്യ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി BJPക്ക് സംഭവിച്ചാൽ അത് ആത്മവിശ്വാസ കുറവുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒളിച്ചോടുന്ന BJPയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഗതിയാണ്. BJP സാധാരണഗതിയിൽ ഇങ്ങനെ ചെയ്തിരുന്നതല്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് മത്സരിക്കാൻ പോലും ഭയമാണ്. ഇനി അവർ ആരെങ്കിലും ഇപ്പോൾ പറയുന്ന NDAയുടെ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയോട് രാജീവ് ചന്ദ്രശേഖർ പറയാണ് നീ മത്സരിക്കുന്നു പറയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരോട് തിരിച്ച് തുഷാർ പറയാണ് നീ മത്സരിക്കുന്നു പറയാണ്. ഇതൊരുമാതിരി കാബൂളിവാല സിനിമയിൽ ശങ്കരാടിയുടെ ചായക്കടയിൽ പോയിട്ട് പുട്ട് വാങ്ങിയിട്ട് പൈസ ഇല്ലാതെ പുട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുന്ന കന്നാസിനെയും കടലാസിനെയും പോലെയാണ് രാജീവ് ചന്ദ്രശേഖറും അതുപോലെ തന്നെ ഈ തുഷാർ വെള്ളാപ്പള്ളിയും. രണ്ടു കൂട്ടരുടെ കയ്യിലും പൈസ ഇല്ല, രണ്ടു കൂട്ടരും മത്സരിക്കാനില്ല. അപ്പൊ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്തരവാദിത്തം കൈവച്ചു മാറുകയാണ്. അതിന് ഞാൻ പറയുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ ഇലക്ഷൻ ചർച്ചയ്ക്ക് മലപ്പുറത്ത് പോകുമ്പോൾ അവിടുത്തെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത BJP പ്രതിനിധി പറഞ്ഞത് അവിടുത്തെ BJP സ്ഥാനാർത്ഥി അബ്ദുൽ അസീസ് ഉറപ്പായും വിജയിക്കുമെന്നും ആ വിജയിക്കുന്ന അബ്ദുൽ അസീസിന് അവിടെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കുമെന്നും മന്ത്രിയാക്കുന്ന അബ്ദുൽ അസീസിന് കൊടുക്കാൻ പോകുന്ന പോർട്ട്ഫോളിയോ ഏതൊക്കെയായിരുന്നു എന്ന് അവിടുത്തെ ചർച്ച. അതൊരു പ്രാക്ടിക്കൽ വഴി. രണ്ടാമത്തെ ഒരു പ്രാക്ടിക്കൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ റിയലിസ്റ്റിക് കാര്യങ്ങളെ കാണുകയും യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അവിടെ ശക്തി ഉണ്ടോ, ഞങ്ങളവിടെ മത്സരം ജയിക്കുമോ, അതൊരു ഉറപ്പായും ഒരു ബിസിനസ്സുകാരൻ്റെ ബുദ്ധി കൂടി ഉണ്ട്. അത് വേണ്ടെന്ന് വെക്കണ്ട, അതില്ലെന്ന് പറയണ്ട. പക്ഷെ അതൊരു വഴിയാണല്ലോ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. സുല്ലാസ് ബാബുവിൽ മറുപടിക്ക് എത്തും മുമ്പ് ശ്രീ സജി മഞ്ഞക്കടമ്പിന് ഇടയ്ക്ക് സന്ദീപ് അശ്മി ഇതാണ് പ്രശ്നം. ഇത് കച്ചവടമാണ്. ആഷ്മി പറഞ്ഞ ശരിയാണ്. ഇല്ലെന്നേ കയ്യിലുള്ള 17,500 വോട്ട് കച്ചവടം ചെയ്യാൻ BJP തീരുമാനിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആരോപണം. ഞാൻ പറഞ്ഞത് കച്ചവടം ചെയ്തിരിക്കുന്നു. ഇല്ലെന്നേ, അതിനെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് വേണേ പറയാലോ. ഞാൻ അങ്ങനെ കച്ചവടക്കാരനാണ്. അദ്ദേഹം ലാഭനഷ്ടങ്ങൾ നോക്കുന്നു. BJPയുടെ ചരിത്രത്തിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ വോട്ടുകൾ കച്ചവടം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. ആഷ്മി പറഞ്ഞത് ശരിയാണ്. കച്ചവടക്കാരനാണ്, രാഷ്ട്രീയക്കാരനല്ല. ഇല്ല, ഞാൻ ആ അർത്ഥത്തിൽ കച്ചവടക്കാരനല്ല പറഞ്ഞു. ഞാൻ ഉല്ലാസ് ബാബുവിലേക്ക് എത്താം. മഞ്ഞക്കടമ്പൻ അപ്പൊ തിങ്കളാഴ്ച ആഘോഷമായ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണോ? മഞ്ഞക്കടമ്പൻ BPL വിറ്റതുപോലെ നിലമ്പൂരിലെ വോട്ടും വിറ്റിരിക്കുന്നു. ഓക്കെ, ഞാൻ എത്താം. അല്ല, മഞ്ഞക്കടമ്പൻ തിങ്കളാഴ്ച ആഘോഷമായ നാമനിർദ്ദേശ പത്രിക സമർപ്പണമാണോ? ഏതായാലും തിങ്കളാഴ്ച നിലമ്പൂരിലേക്ക് എത്തിച്ചേരാൻ പാർട്ടി നേതാക്കൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഞാൻ ഇന്ന് രാവിലെയും അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്നാണ് നിലമ്പൂരിൽ നിന്ന് തിരിച്ചു പോകുന്നത്. തിങ്കളാഴ്ച ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. നോമിനേഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ തീരുമാനവും ഞങ്ങളുടെയൊക്കെ ആഗ്രഹവും. അത് തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന് തന്നെയാണ് 100% ഞങ്ങൾ കരുതുന്നത്. ആഘോഷമാണോ അല്ലയോ എന്നൊക്കെ ഞങ്ങൾ തിങ്കളാഴ്ച ഞങ്ങൾ പറയാം. ഏതായാലും ഇവിടെ പറഞ്ഞല്ലോ, ശ്രീ PV അൻവറിനോട് ഇവിടുത്തെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ UDFും വഞ്ചന കാണിച്ചിരിക്കുന്നു. രണ്ടുപേരും കൂടി അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തെ നല്ലൊരു ജനപ്രതിനിധിയെ അല്ലെങ്കിൽ നിലമ്പൂരിന് നഷ്ടപ്പെടരുത് എന്നുള്ള അവിടുത്തെ സാധാരണക്കാരുടെ വികാരമാണ് അദ്ദേഹത്തെ മത്സരരംഗത്തേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. ഇവിടുത്തെ 2 സ്ഥാനാർത്ഥികൾ നമുക്കറിയാം. ആര്യൻ ഷൗക്കത്തിനെ കുറിച്ച് ഞാൻ കുറ്റം പറയുന്നില്ല. ശ്രീ PV അൻവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ അവിടുത്തെ നമുക്കറിയാം നമ്മുടെ സ്വരാജ് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം കഴിഞ്ഞ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ ശാഠ്യം പിടിച്ചുകൊണ്ട് ആ പരിപാവനമായ ശബരിമലയെ അപമാനിക്കുവാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആളാണ് സ്വരാജ്. അവിടുത്തെ ഹൈന്ദവ സമൂഹം അദ്ദേഹത്തിന് വോട്ട് ചെയ്യില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, നമുക്ക് അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായിരിക്കുന്ന അദ്ദേഹത്തിനും നിരവധിയായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഇത് ആ ആളുകളൊക്കെ
അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അസ്വസ്ഥതയുള്ള ആളുകളൊക്കെ ശ്രീ PV അൻവറെ വിളിച്ചുകൊണ്ട് ശക്തമായ പിന്തുണ കൊടുത്തിട്ടുണ്ട്. യാതൊരു സംശയമില്ല. മത സാമുദായിക നേതാക്കന്മാർ ശ്രീ PV അൻവറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങൾ ശ്രീ PV അൻവറിനൊപ്പം അണിചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിക്കുകയും ചെയ്യും. അദ്ദേഹം എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ അത്ഭുതം സൃഷ്ടിക്കും, യാതൊരു സംശയവുമില്ല. നിലമ്പൂരിന്റെ ജനപ്രതിനിധിയായി അല്ലെങ്കിൽ നിലമ്പൂരിന്റെ സുൽത്താനായി വീണ്ടും ശ്രീ PV അൻവർ തന്നെ അവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി ഞങ്ങൾ TMC പ്രവർത്തകർ, അവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിചേർന്നുകൊണ്ട് എണ്ണയിട്ട യന്ത്രം പോലെ വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കും. സാധാരണക്കാരൻ്റെ ജനപ്രതിനിധിയായ ശ്രീ PV അൻവർ വീണ്ടും അവിടെ തിരഞ്ഞെടുക്കപ്പെടും, സംശയം വേണ്ട. ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 കൂട്ടത്തിലും അദ്ദേഹത്തിനെ ചതിച്ചു. അദ്ദേഹം ഒരു ശരിക്കു വേണ്ടി അല്ലെങ്കിൽ ഇവിടുത്തെ അഴിമതിക്കെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന് കൈകൊടുക്കാൻ, അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ, അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കുവാൻ ഇവിടുത്തെ UDF അപ്പൊ എന്തായാലും ആ വാർത്ത ബ്രേക്ക് കൊടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. സജി മഞ്ഞക്കടമ്പൽ എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ഇന്ന് അൻവറിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന ആൾ സ്ഥിരീകരിക്കുകയാണ് PV അൻവർ മത്സരിക്കാൻ പോകുന്നുണ്ട്. തിങ്കളാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ഉല്ലാസ് ബാബു, ഞാൻ ഉദ്ദേശിച്ചത് ആ കച്ചവടം അല്ലെങ്കിലും സന്ദീപ് ആ കച്ചവടം എന്ന് പറയുകയാണ്. ഇനി ആരുദ്ദേശം എന്താണെങ്കിലും നിങ്ങൾക്ക് സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ നിങ്ങളുടെ വോട്ട് ആർക്ക് കച്ചവടം ചെയ്തു എന്നത് അവിടുത്തെ ഒരു ചർച്ചയാണ്, ഒരു തർക്കം വേണ്ട. ഉല്ലാസ് ബാബു. ഹാഷിമോ, ഞാൻ പറയാം. ആദ്യം ശ്രീ മുസ്തഫ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി പറഞ്ഞിട്ട് മറ്റുള്ള അങ്ങ് പറഞ്ഞ കാര്യം പറയാം. ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 995 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നുവെന്ന്. പണ്ട് എൻ്റെ മുത്തശ്ശൻ ഞങ്ങൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, അപ്പുണ്യേശൻ്റെ കടയിലുള്ള സോഡാ കുപ്പിയിലുള്ള ഗോലികൾ മുഴുവൻ എടുത്ത് കളിച്ചോളം പറയാറുണ്ട്. ഞങ്ങൾ ഓടിപ്പോയി അപ്പുണ്യേശൻ്റെ കടയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ സോഡാ കുപ്പിയിൽ നിറച്ച് ഗോലി ഉണ്ടാവും, പക്ഷെ അത് എടുക്കാൻ കിട്ടാറില്ല. അപ്പോൾ അംഗീകാരം കൊടുക്കലും സാങ്ഷൻ ചെയ്യലൊക്കെ കുറേ നടക്കുമെന്നല്ലാതെ സമൂഹത്തിന് ഗുണകരമായി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് നിരവധി കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തില്ല. അപ്പോൾ സോഡാ കുപ്പിയുടെ ഉള്ളിലത്തെ ഗോലി പോലെ എടുക്കാൻ കിട്ടാത്ത അംഗീകാരമായി അത് അവിടെ നിൽക്കുകയും തന്നെ ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാം. 2, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കച്ചവടം 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 എന്ന് പറഞ്ഞു ആ ബഹുമാനനായിട്ടുള്ള ഞങ്ങളുടെ BJPയുടെ മുൻ നേതാവ് ഉന്നയിച്ച വിഷയം എന്താണ്? ഞങ്ങൾ രാഷ്ട്രീയ കച്ചവടം ചെയ്യുന്നു എന്നാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് പാവപ്പെട്ട സംഘപരിവാറിൻ്റെയും BJPയുടെയും പ്രവർത്തകരുടെ ലൈക്കും ഷെയറും കൊണ്ട് അടിയറു വെച്ച രാഷ്ട്രീയ കച്ചവടം നടത്തിയ വ്യക്തിക്ക് അത് പറയാൻ സാധിക്കുമോ എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് എല്ലാ അവകാശമുണ്ട്, അദ്ദേഹം തന്നെ തീരുമാനിച്ചോട്ടെ. ഞങ്ങളുടെ കാര്യം വളരെ വ്യക്തമായി ഹാഷ്മി ഞങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് ഇതിനകത്ത് യാതൊരുവിധ കച്ചവടവുമില്ല, കച്ചവടത്തിൻ്റെ താല്പര്യങ്ങളില്ല, അതിൻ്റെ ആവശ്യകതയുമില്ല. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ കാര്യം വളരെ കൃത്യമാണ്. ഇത് അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്. അൻവറിന് തന്നെ അതിപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. അൻവർ MLA ആയി ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നതാണോ അതോ അത് രാജിവെച്ച് പുറത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ് പിണറായിക്കെതിരെ എന്ന് പറയുന്നതിൽ അതിൽ ഔചിത്യം തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അൻവറിന് തന്നെ തോന്നുന്നുണ്ടായിരിക്കും 7 മാസക്കാലം മുന്നേ ഞാൻ രാജിവെക്കേണ്ടതില്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കൊല്ലത്തിന് മുന്നേ രാജിവെച്ചു. 7 മാസം മുൻപേ ഈ തെരഞ്ഞെടുപ്പ് വരുന്നത്. അവർ MLA വന്നാൽ മുസ്തഫയ്ക്കും പറയാൻ പറ്റില്ല, ഹാഷ്മിക്കും പറയാൻ പറ്റില്ല, ഒരാൾക്കും പറയാൻ പറ്റില്ല. ആ MLA കൊണ്ട് ഇന്ന് കേരള സർക്കാരിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ആ സമൂഹത്തെ മൊത്തമായി ഇവർക്ക് വിജയിപ്പിക്കാൻ, അവരുടെ വികസനം കൊണ്ടുവരാൻ പറ്റുമെന്ന് 9 കൊല്ലം കൊണ്ട് അൻവറിന് സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇവരുടെ തന്നെ സർക്കാരിൻ്റെ കൂടെ ഉണ്ടായിരുന്ന MLAക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ജനങ്ങളോട് കാണിച്ച നീതികേടാണ് ഞങ്ങൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. മുസ്തഫ പറയുന്ന കാര്യത്തിൽ മുസ്തഫ അതിൽ വലിയ വികസനമുണ്ട് എന്ന്. സാർ, 9 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ബസ്സും വിളിച്ച് നവകേരള സദസ്സ് ഉണ്ടാക്കി ലക്ഷക്കണക്കിന് പരാതികളും വാങ്ങിച്ചു വെച്ചത് തന്നെയാണ് നിങ്ങളുടെ അത് വികസനത്തിന്റെ നടക്കാത്ത പരാതികളാണ് കൂടിയതെന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമെങ്കിലും മുസ്തഫയ്ക്ക് ഉണ്ടാകണ്ടേ? ലക്ഷക്കണക്കിന് പരാതികൾ നിങ്ങൾക്ക് കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് പ്രയാസങ്ങൾ കൂട്ടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്, വികസനങ്ങളൊന്നും കൂട്ടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. MLA പറഞ്ഞ അംഗീകാരം എടുക്കാൻ നോക്കും, പക്ഷെ കിട്ടൂല. സോഡാ കുപ്പിക്കകത്ത് കുടുങ്ങി കിടക്കുക ഗോലി, അങ്ങനെയാണോ? തുടർച്ചയായി UDF ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിൽ അവിടെ ഇടതുപക്ഷം 2016 വിജയം നേടുകയും 2021 ആ വിജയം ആവർത്തിക്കുകയും ചെയ്തു ഒരേ സ്ഥാനാർത്ഥിയെ വെച്ചിട്ട് എന്നുണ്ടെങ്കിൽ അത് ആ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടത്തിയിട്ടുള്ള വികസനങ്ങൾക്ക് ആ നാട് നൽകിയിട്ടുള്ള അംഗീകാരമാണ്. കേരളത്തിലാകെ LDF ഗവൺമെന്റിന്റെ കാലത്തുണ്ടായിട്ടുള്ള പുതിയ കേരള സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള മുന്നേറ്റത്തിന് കേരളമാകെ നൽകുമ്പോൾ നിലമ്പൂരും അതിനൊപ്പം നിൽക്കാൻ വേണ്ടി തയ്യാറായി. പക്ഷെ എന്താ സംഭവിച്ചത്? അതാണ് ചരിത്രത്തിലെ വലിയ ഗതികേട് എന്ന് പറയാവുന്നത്. അവിടെ പിണറായിസത്തെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിച്ച അൻവറിസം തീരുകയല്ലേ. സജീവ പറയാണ് ഞങ്ങൾ എന്തോ വഞ്ചിച്ചു, ഇടതുപക്ഷം എന്ത് വഞ്ചന കാണിച്ചു.
കോൺഗ്രസിന്റെ കൂടാരം വട്ട് വന്ന അദ്ദേഹത്തെ അർഹമായ നിലയിൽ പരിഗണിക്കുകയും അദ്ദേഹത്തെ തുടർച്ചയായി 2 തവണ കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് മണ്ഡലത്തിൽ ജയിക്കാനുള്ള ഞങ്ങളുടെ കൂടി പിന്തുണ കൊടുത്ത് അദ്ദേഹത്തെ കേരളത്തിലാകെ ഒരു ഇട്ടാവട്ടത്തെ മണ്ഡലത്തിൽ ഒതുങ്ങുമായിരുന്ന ഒരാളെ കേരളത്തിലാകെ അറിയുന്ന ഒരു രാഷ്ട്രീയ നേതൃരൂപമാക്കി മാറ്റിയത്. അങ്ങനെയല്ലേ കടന്നലും കടന്നൽ കൂടും എന്നെല്ലാമുള്ള പ്രയോഗം ഇടതുപക്ഷ പ്രവർത്തകർക്കിടയിൽ അൻവറിന് ഉണ്ടായത്. മാധ്യമങ്ങൾ അങ്ങനെ അൻവറിനെ ഇടതുപക്ഷത്തോടൊപ്പം നിന്നപ്പോൾ വിശേഷിപ്പിച്ചത്. അപ്പം ഞങ്ങളല്ല ചതിച്ചത്. അത് സഖാവ് ഗോവിന്ദ മാഷ് മെനിഞ്ഞാന്ന് പറഞ്ഞതുപോലെ അക്കരെ പച്ച കണ്ട് അതിമോഹത്താൽ വന്ന ഗതികേടാണ് അൻവറിന്റെ. സമയം കഴിയാണ്. ശരി, സമയം പൂർണ്ണമായി കഴിഞ്ഞു. എനിക്ക് സന്ദീപിലേക്കും സജിയിലേക്കും ഒന്നുകൂടി പോകാൻ സമയമില്ല. ശരി, താങ്ക് യു. എന്തായാലും ഒരു കാര്യം സജി മഞ്ഞക്കടമ്പിൽ സ്ഥിരീകരിക്കുന്നു, TMC സ്ഥിരീകരിക്കുന്നു, PV അൻവർ മത്സരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. തിങ്കളാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ നിലമ്പൂർ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നു. അവിടെ M സ്വരാജിനെ പോലെ തലപ്പൊക്കമുള്ളൊരു നേതാവ്, ആര്യാടൻ ഷൗക്കത്തിനെ പോലെ തലപ്പൊക്കമുള്ളൊരു നേതാവ്, PV അൻവറിനെ പോലെ പോയ MLA അങ്ങനെ BJPയുടെ സ്ഥാനാർത്ഥിയുണ്ടെന്ന് ഇപ്പോഴും അറിയില്ല. അങ്ങനെയെങ്കിലും ത്രികോണ പോരാട്ടമാകും, ഇഞ്ചോടിഞ്ചാകും, അത് പ്രവചനാതീതമാകും. എൻകൗണ്ടർ പ്രൈം പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.